പരിക്രമണ കാലഘട്ടത്തിൽ, അതായത് സൂര്യനെ വലം വെക്കുന്ന കാലഘട്ടത്തിൽ എവിടെയും പിന്നെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുക്കും, ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകം എന്ന് ചോദിക്കും. എന്നിട്ട് ഓപ്ഷൻ എ, ബി. എവിടെയാണ് ഈ ഋതുക്കളൊക്കെ കൃത്യമായിട്ട് എത്രയാണ് ഋതുക്കളുടെ എണ്ണം? 4 കേട്ടോ. ഇന്ത്യയിലെ ചോദിക്കുമ്പോഴും 4 ആണ് പറയേണ്ടത്. പരമ്പരാഗതം ചോദിച്ചാൽ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ മാത്യൂസ്. നമ്മളിന്ന് പഠിക്കുന്നത് ഋതുക്കൾ എന്ന ടോപ്പിക്കാണ്. നമ്മുടെ സിലബസിൽ ഋതുക്കളെ പറ്റി പഠിക്കാനുണ്ട്. പൊതുഭൂമിശാസ്ത്രത്തിലാണ് കേട്ടോ. നമ്മുടെ വേൾഡ് ജോഗ്രഫിയിലാണ് ഞാൻ ഈ ഋതുക്കളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞത്. പൊതുഭൂമിശാസ്ത്രത്തിൽ നമുക്ക് ഋതുക്കളെ പറ്റി പഠിക്കാനുണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയിൽ, ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നമുക്ക് അതേപോലെ തന്നെ ഈ കാലാവസ്ഥയെ പറ്റി പഠിക്കാനുണ്ട്. ഇവിടെ ഈ ജനറൽ ജോഗ്രഫിയിൽ അല്ലെങ്കിൽ പൊതുഭൂമിശാസ്ത്രത്തിൽ ഋതുക്കളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഈ ലോക ഋതുക്കളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഭൂമിയിൽ പൊതുവിലായി കാണപ്പെടുന്ന, അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രമല്ല, ഭൂമിയിൽ മൊത്തത്തിൽ പൊതുവിലായി കാണപ്പെടുന്ന സീസൺസ്, കാലങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നമുക്ക് ഋതുക്കളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പം 4 തരം ഋതുക്കൾ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് വസന്തകാലം, അതിനെ നമ്മൾ സ്പ്രിംഗ് എന്ന് വിളിക്കുന്നു. 2 ഭൂമിയിലെ രണ്ടാമത്തെ സീസൺ വേനൽക്കാലം, ഗ്രീഷ്മം സമ്മർ എന്നൊക്കെ അറിയപ്പെടുന്നു. 3 ഹേമന്തം, ഇതിനെ നമുക്ക് ഓട്ടം അല്ലെങ്കിൽ ഫോൾ എന്ന് വിളിക്കാം, ഓട്ടം അല്ലെങ്കിൽ ഫോൾ സീസൺ. 4ാമതായിട്ട് ശൈത്യകാലം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നൽകിയിരിക്കുന്ന പേരുകൾ ഞാൻ അതേപടി തന്നേക്കുവാണ്. ഇപ്പം ഓട്ടത്തിന് ചിലപ്പോൾ ശിശിരം എന്നൊക്കെ കാണാം. നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോഴേ ശിശിരകാലം എന്നൊക്കെ ചിലപ്പോൾ കാണാം. നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് ഈ വസന്തം, വേനൽ, ഹേമന്തം, ശൈത്യം, എങ്ങനെ ഈ 4 കാലങ്ങളെ പറ്റിയാണ് നമുക്കുള്ളത്. ഈ കാലഘട്ടം തന്നെ ഗ്രീഷ്മം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വസന്തകാലം, വേനൽക്കാലം, ഹേമന്തകാലം അല്ലെങ്കിൽ ഹേമന്തം, ശൈത്യകാലം, അങ്ങനെ 4 സീസൺസ് ആണ് ലോക ഋതുക്കളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയുടെ പരമ്പരാഗത ഋതുക്കൾ എന്ന് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ഈ 6 എണ്ണം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ടോപ്പിക്ക് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ലോക ഋതുക്കളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൊത്തം ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയുടെ പരമ്പരാഗത ഋതുക്കൾ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ 6 ഋതുക്കളാണ് ഉള്ളത്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്കാലം, ഹേമന്തം, അങ്ങനെ 6 ഋതുക്കൾ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ എന്ന് ചോദിക്കുമ്പോൾ ഇത് 6 പറയേണ്ടത്. ലോക ഋതുക്കൾ എന്ന് ചോദിച്ചാൽ 4 ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു അല്ലേ. വസന്തകാലം, അതുപോലെ തന്നെ നമ്മുടെ വേനൽക്കാലം, ഉഷ്ണകാലം അല്ലേ, ഗ്രീഷ്മകാലം, 3ാമതായിട്ട് ഹേമന്തം, 4ാമതായിട്ട് ഇത് പറഞ്ഞു വിന്റർ അല്ലെങ്കിൽ വിന്ററിൻ്റെ എന്താണ് ശൈത്യകാലം. അപ്പോൾ ഇതാണത് ലോക ഋതുക്കൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ് തന്നെ ഇതിനെ പറ്റിയാണ് കേട്ടോ, ഈ ലോക ഋതുക്കളെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ഇനി ഇന്ത്യയിലെ സീസണുകൾ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പരമ്പരാഗതമല്ലാതെ വെറുതെ സീസൺ എന്നോ ഋതുക്കൾ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ സീസണുകൾ എത്ര അല്ലെങ്കിൽ ഇന്ത്യയിലെ ഋതുക്കൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 പറയേണ്ടത്. പരമ്പരാഗതം ചോദിക്കുമ്പോൾ 6 പറയേണ്ടത്. പരമ്പരാഗതം എന്ന വാക്കുണ്ടെങ്കിൽ മാത്രമേ 6 എന്ന് പറയാവുള്ളൂ. ഇന്ത്യയിലെ സീസണുകൾ അല്ലെങ്കിൽ ഋതുക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 ശരിക്കും. ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ആ ഒരു 3 മാസ കാലഘട്ടത്തിൽ. രണ്ടാമത്തെ വേനൽക്കാലം മാർച്ച് തൊട്ട് മെയ് വരെയുള്ള 3 മാസ കാലഘട്ടം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസൺ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള 4 മാസം. പിന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ സീസൺ ഒക്ടോബർ, നവംബർ എന്നീ മാസങ്ങൾ, 2 മാസങ്ങൾ ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ സീസൺ. ഇതാണ് ഇന്ത്യയിലെ സീസണുകൾ അല്ലെങ്കിൽ ഋതുക്കൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ശരിക്കും പറയേണ്ടത്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഈ പറഞ്ഞ ലോക ഋതുക്കളെ പറ്റിയാണ്. ഇതൊന്നുമല്ല, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് സംശയം വരാം, അതുകൊണ്ട് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാണ് ഈ ഋതുക്കളൊക്കെ കൃത്യമായിട്ട് എത്രയാണ് ഋതുക്കളുടെ എണ്ണം? 4 കേട്ടോ. ഇന്ത്യയിലെ ചോദിക്കുമ്പോഴും 4 പറയേണ്ടത്. പരമ്പരാഗതം ചോദിച്ചാൽ എത്രയാണ് പറയേണ്ടത്? 6 പറയേണ്ടത്. ഇന്ത്യയിലെ ഋതുക്കളും ഈ ലോക ഋതുക്കളും വ്യത്യാസമാണോ? അതെ. ഇന്ത്യയിലെ ഋതുക്കൾ എന്ന് പറയുമ്പോൾ ശൈത്യം, ഉഷ്ണം, പിന്നെ തെക്ക് പടിഞ്ഞാറനും വടക്ക് കിഴക്കനും. ഈ ലോക ഋതുക്കൾ ചോദിക്കുമ്പോൾ ഉഷ്ണകാലമുണ്ട്, വേനൽക്കാലമുണ്ട്, ശൈത്യകാലമുണ്ട്, അതിൻ്റെ കൂടെ വസന്തവും അല്ലേ, മൺസൂണിന് പകരം വസന്തവും പിന്നെ എന്താണ് ഹേമന്തവും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വേൾഡ് ലോക ഋതുക്കൾ. ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ സീസൺസ്. മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അക്ഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്നത്. ഭൂമിയിലെ ഏത് മേഖലയിലാണ്? മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ, അഥവാ അതിന് മറ്റൊരു വാക്കാണ്, അല്ലെങ്കിൽ മധ്യ അക്ഷാംശ മേഖലകളിലാണ്. മധ്യ അക്ഷാംശം, ഈ മേഖലകളിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ ഏറ്റവും ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഭൂമിയെ പ്രധാനമായിട്ടും 3 താപമേഖലകളായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഭൂമിയെ 3 താപമേഖലകളായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ താപമേഖല എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലുള്ള 2 അക്ഷാംശങ്ങൾ മാർക്ക് ചെയ്തിട്ട് വേണം ഒന്നാമത്തെ താപമേഖല പറയാൻ. 23.5 ഡിഗ്രി അക്ഷാംശം വരുന്ന ഈ പ്രദേശമാണ് ഭൂമിയിലെ ഉഷ്ണമേഖല എന്നറിയപ്പെടുന്നത്. ഭൂമധ്യരേഖയ്ക്ക് മുകളിലേക്ക് 23.5 ഡിഗ്രി അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങൾ, ഇതാണ് ഉഷ്ണമേഖല. രണ്ടാമത്തെ മേഖല നോക്കിക്കേ, രണ്ടാമത്തത് 23.5 തൊട്ട് 66.5 വരെയുള്ള സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളാണ്. എന്നിട്ട് ഇത് ഈ ഒരു പോർഷനും അല്ലെ, ഈ ഒരു പോർഷനും പിന്നെ ഈ ഒരു പോർഷനും 23.5 തൊട്ട്
23 തൊട്ട് 66 വരെയുള്ള പ്രദേശങ്ങൾ. ഇവയെ വിളിക്കുന്ന പേരാണ് മിതോഷ്ണ മേഖല. 23.5 അക്ഷാംശത്തിനും 66 ഡിഗ്രി അക്ഷാംശത്തിനും, അല്ലെങ്കിൽ ഈ 23 വിളിക്കുന്ന ഉത്തരായന രേഖ, മുകളിലുള്ളത് ആർട്ടിക് വൃത്തം. താഴെയാണെങ്കിൽ 23.5 ഡിഗ്രി ദക്ഷിണായന രേഖ, 66 ഡിഗ്രി അന്റാർട്ടിക് വൃത്തം. അതിനിടയ്ക്കുള്ള പ്രദേശമാണ് മിതോഷ്ണ മേഖല, അല്ലെങ്കിൽ സമശീതോഷ്ണ മേഖല, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടെമ്പറേറ്റ് സോൺ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പം നടുക്ക് വന്ന ആദ്യത്തെ ഏതായിരുന്നു? ഉഷ്ണമേഖല. അതിനെ ട്രോപ്പിക് സോൺ എന്നാണ് വിളിക്കുന്നത്. ട്രോപ്പിക്കൽ സോൺ എന്ന് വിളിക്കുന്നു. ഇതിനെ നമ്മൾ ടെമ്പറേറ്റ് സോൺ എന്ന് വിളിക്കുന്നു. പിന്നെ 66 തൊട്ട് 90 വരെയുള്ള ഈ സ്ഥലം കണ്ടോ? അതിൻ്റെ ഇത് ഭൂമിയിൽ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ഇതാണ് ശൈത്യമേഖല, പോളാർ സോൺ. അങ്ങനെ 3 താപമേഖലകളായിട്ട് ഭൂമിയെ തരംതിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഓരോ അക്ഷാംശം രേഖയുടെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ച്. ഇത് 0 ഡിഗ്രിയാണ് ഇതിൻ്റെ വരച്ചേക്കുന്നത്. ഇത് 0 ഡിഗ്രി ശ്രദ്ധിച്ചോണം. അതിൻ്റെ പേര് ഭൂമധ്യരേഖ. അടുത്തത് ഇത് 23.5 ഡിഗ്രി വടക്ക്, അതിൻ്റെ പേര് ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി തെക്ക്, അതിൻ്റെ പേര് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദക്ഷിണായന രേഖ. ഇത് എന്ന് പറയുന്നത് 66 ഡിഗ്രി വടക്ക്, അതിൻ്റെ പേര് ആർട്ടിക് വൃത്തം അല്ലെങ്കിൽ ആർട്ടിക് സർക്കിൾ. ഇതിൻ്റെ പേര് 66 ഡിഗ്രി തെക്ക്, അതിൻ്റെ പേര് അന്റാർട്ടിക് വൃത്തം അല്ലെങ്കിൽ അന്റാർട്ടിക് സർക്കിൾ. 90 ഡിഗ്രി ധ്രുവം, അത് ഉത്തര ധ്രുവം. 90 ഡിഗ്രി സൗത്ത്, ദക്ഷിണ ധ്രുവം. അങ്ങനെ ഇത്രയും പ്രധാന ഈ അക്ഷാംശങ്ങൾ അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ മേഖലകളായിട്ട് തരംതിരിക്കും. നമുക്ക് നോക്കാം. ഭൂമധ്യരേഖ തൊട്ട് മുകളിലേക്കും അതുപോലെ തന്നെ താഴേക്കും 23.5 ഡിഗ്രി, അതായത് ഉത്തരായന രേഖ തൊട്ട് ദക്ഷിണായന രേഖ വരെയുള്ള ഇത്രയും സ്ഥലം ഉഷ്ണമേഖല. 23.5 തൊട്ട് 66. 23 എന്ന് പറയുമ്പോൾ ഉത്തരായന രേഖ മുതൽ ആർട്ടിക് വൃത്തം വരെയും ദക്ഷിണായന രേഖ മുതൽ അന്റാർട്ടിക് വൃത്തം വരെയുമുള്ള ഇത്രയും സ്ഥലം മിതോഷ്ണ മേഖല. ഇനി 66 തൊട്ട് 90 വരെയുള്ള ഈ സ്ഥലം, ഇവിടെയും 66 തൊട്ട് 90, അതായത് ആർട്ടിക് വൃത്തം മുതൽ ഉത്തര ധ്രുവം വരെയും അന്റാർട്ടിക് വൃത്തം മുതൽ ദക്ഷിണ ധ്രുവം വരെയുമുള്ള ഈ സ്ഥലം, ഇത്രയും സ്ഥലം, ഇതിനെ ശൈത്യമേഖല എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഇത് ശൈത്യമേഖല. ഇടയ്ക്കുള്ളത് മിതോഷ്ണ മേഖല. അപ്പൊ ഈ മിതോഷ്ണ മേഖല പ്രദേശം ഇത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ മിതോഷ്ണ മേഖല പ്രദേശം, ഇവിടെയാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. മിതോഷ്ണ മേഖല പ്രദേശങ്ങളിലാണ് എല്ലാ ഋതുക്കളുടെയും, അതായത് 4 ഋതുക്കളും കേട്ടോ. ഈ പറഞ്ഞ നമ്മൾ ലോക ഋതുക്കൾ എന്ന് പറഞ്ഞ് 4 പഠിച്ചില്ലേ? ഈ എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് മിതോഷ്ണ മേഖല പ്രദേശത്താണ്. അപ്പം മിതോഷ്ണ മേഖല എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു ചിത്രം ഇവിടെ നൽകിയിരിക്കുന്നത്. മറന്നുപോയി ഇതിൻ്റെ പേരൊക്കെ. 66 ഡിഗ്രി സൗത്ത്, തൊട്ടടുത്ത് പേര് കിടപ്പുണ്ട് അന്റാർട്ടിക് വൃത്തം. 23.5 ഡിഗ്രി തെക്ക്, അതിൻ്റെ പേര് ദക്ഷിണായന രേഖ. 0 ഡിഗ്രിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭൂമധ്യരേഖ. 23.5 ഡിഗ്രി വടക്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഉത്തരായന രേഖ. 66 ഡിഗ്രി നോർത്ത്, 66 ഡിഗ്രി വടക്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ആർട്ടിക് വൃത്തം. 90 ഡിഗ്രി നോർത്ത് ഉത്തര ധ്രുവം, 90 ഡിഗ്രി സൗത്ത് ദക്ഷിണ ധ്രുവം. എല്ലാത്തിനും പേര് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയിൽ ഏതൊക്കെ താപമേഖലകൾ വരുമെന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ മേജർ ഫാക്ടേഴ്സ് എന്താണ് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, ഭൂമിയുടെ പരിക്രമണം. പരിക്രമണം എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ എന്നാണ്. റെവല്യൂഷൻ ഭ്രമണമാണ്, റൊട്ടേഷൻ. അപ്പൊ ഭൂമിയുടെ പരിക്രമണം 1. 2, അച്ചുതണ്ടിന്റെ ചെരിവ്. ഭൂമിക്ക് ഒരു അച്ചുതണ്ടുണ്ട്, ഭൂമിയുടെ ഒരു അച്ചുതണ്ടുണ്ട്, സാങ്കല്പിക അച്ചുതണ്ട്, അതിന്റെ ചെരിവ്. 3ാമതായിട്ട് സൂര്യന്റെ അയനം. ഈ 3 കാര്യങ്ങളാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഇത് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് 4ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുക്കും, ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകം എന്ന് ചോദിക്കും. എന്നിട്ട് ഓപ്ഷൻ ABCD കൊടുത്തിട്ട് 4ാമത്തത് ഭൂമിയുടെ ഭ്രമണം കൊടുക്കും. ഭൂമിയുടെ ഭ്രമണം 4ാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത പ്രധാന ഘടകം ഏത്, അല്ലെങ്കിൽ കാരണമാകാത്ത ഘടകം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് ആൻസർ ചെയ്യണം? ഭ്രമണം ആൻസർ ചെയ്യണം. മനസ്സിലായി? കാരണം ഭ്രമണം രാത്രിയും പകലും ഉണ്ടാവാനായിട്ട്, ഭൂമിക്ക് രാത്രിയും പകലും ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഭ്രമണം. ഇത് 3ാണ് പുസ്തകത്തിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്ന ഘടകമായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്ന ഘടകമായിട്ട് നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ SCERT ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ 3 ഘടകങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നമുക്ക് പരിചയപ്പെടാം, ഭൂമിയുടെ പരിക്രമണം, റെവല്യൂഷൻ. സൂര്യനുണ്ട് സൗരയൂഥത്തിന്റെ മധ്യഭാഗത്ത് അല്ലേ? ഈ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ഒരു ഓർബിറ്റിൽ ഇതിനെ വലം വെക്കുന്നുണ്ട്, ഈ സൂര്യനെ വലം വെക്കുന്നുണ്ട്. ഭൂമിയും ഇത്തരത്തിൽ ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഓർബിറ്റിൽ ഇങ്ങനെ സൂര്യനെ വലം വെക്കുന്നുണ്ട്, ഭൂമിയും വലം വെക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതിനെ വിളിക്കുന്ന പേരാണ് 365 ദിവസം, ഒരു വർഷം എടുത്ത് നടത്തുന്ന ഈ പരിക്രമണം അല്ലെങ്കിൽ ഈ ഒരു വലം വെക്കലിനെ വിളിക്കുന്ന പേരാണ് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ. ദീർഘവൃത്താകൃതിയിലുള്ള
സഞ്ചാരപഥത്തിലൂടെ, ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ, അതായത് ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഓർബിറ്റിലൂടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നു. ഇതിനെ പരിക്രമണം എന്ന് വിളിക്കുന്നു. സ്വന്തം അച്ചുതണ്ടിൽ തന്നെ കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ അത് ഭ്രമണമാണ്. ഇങ്ങനെ സൂര്യനെ വലം വെക്കുന്നതിന് പരിക്രമണം എന്ന് വിളിക്കുന്നു. പരിക്രമണ കാലയളവ് എന്ന് പറയുന്നത് കൃത്യം 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 45 സെക്കൻഡുമാണ്. ഈ 365 ശേഷമുള്ള ഈ സംഭവത്തെ നമുക്ക് റൗണ്ട് ചെയ്ത് ഒരു 6 മണിക്കൂർ എന്നാക്കാം. 5 മണിക്കൂർ 48 മിനിറ്റ്, ഇതിന് 6 മണിക്കൂറായിട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ 4 വർഷം കൂടുമ്പോൾ ഇത് 24 മണിക്കൂറാവും. അതാണ് ഫെബ്രുവരിയിൽ എക്സ്ട്രാ ഒരു ഡേ ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഈ 24 മണിക്കൂർ 1 ഡേനെയാണ് ഫെബ്രുവരിയിൽ ഒരു എക്സ്ട്രാ ഡേ ആയിട്ട് നമ്മൾ കലണ്ടറിനകത്ത് ലീപ്പ് ഇയറിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് രണ്ടാമത്തെ ഘടകം? അച്ചുതണ്ടിന്റെ ചെരിവ്. ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചെരിവുണ്ട്. കൃത്യമായിട്ടുള്ള ഈ ചെരിവിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഋതുക്കളൊക്കെ ഭൂമിയിൽ ഉണ്ടാകുന്നത്. ഈ ചെരിവ് ഇതുണ്ടോ? ഭൂമിയുടെ അച്ചുതണ്ടിന് തന്നെ ഇങ്ങനെ ഒരു ചെരിവുണ്ട്. ഉണ്ടോ? ഇത് ഭൂമധ്യരേഖയാണ്, ഇത് ഉത്തരായന രേഖ, ഇത് ദക്ഷിണായന രേഖ. ഇങ്ങനെ ഒരു ചെരിവ് ഈ പറഞ്ഞ ഭൂമിയുടെ അച്ചുതണ്ടിനുണ്ട്. ഈ ചെരിവിനെ ഈ ഒരു ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നതിനാണ് നമ്മൾ അച്ചുതണ്ടിന്റെ ചെരിവ് എന്ന് പറയുന്നത്. അച്ചുതണ്ടിന്റെ ചെരിവ് നമുക്ക് പരിക്രമണ തലത്തിലും ലംബതലത്തിലും കണക്കാക്കാൻ സാധിക്കും. ലംബതലത്തിലുള്ള ചെരിവ് 23.5 ഡിഗ്രിയാണ്. സാധാരണ അച്ചുതണ്ടിന്റെ ചെരിവ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും എല്ലാവരും പറയുന്നത് ഈ 23 ഡിഗ്രിനെയാണ്. ഈ ലംബതലത്തിലുള്ള ചെരിവിനെ എല്ലാവരും പറയാറുള്ളത്. ഇത് ഈ ലംബതലത്തിലുള്ള ഈ ചെരിവ് ഇത് കണ്ടോ? ഇതാണ്. ഇവിടെ നമുക്കൊരു അച്ചുതണ്ട് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇത് 23.5 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇനി പരിക്രമണ തലത്തിലാണ് ചെരിവെങ്കിൽ അത് 66.5 ഡിഗ്രിയാണ്. കൃത്യമായിട്ട് അതിൻ്റെ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പരിക്രമണ വേളയിലുടനീളം, അതായത് ഇങ്ങനെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്ന സമയത്ത് ഉടനീളം ഭൂമി ഈ ചെരിവ് നിലനിർത്തുന്നത് കൊണ്ട് ഇടയ്ക്ക് ഈ ചെരിവ് മാറുന്നില്ല. അതുകൊണ്ട് ഇതിനെ അച്ചുതണ്ടിന്റെ ഈ ചെരിവിനെയാണ്, അല്ലെങ്കിൽ ഈ ചെരിവ് നിലനിർത്തുന്ന പ്രതിഭാസത്തെയാണ് അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് വിളിക്കുന്നത്. പാരലലിസം ഓഫ് ആക്സിസ് എന്ന് വിളിക്കുന്നത്. പരിക്രമണ കാലഘട്ടത്തിൽ, അതായത് സൂര്യനെ വലം വെക്കുന്ന കാലഘട്ടത്തിൽ എവിടെയും ഈ ചെരിവിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഈ ചെരിവ് എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ അത് നിലനിർത്തുന്നതിന് വിളിക്കുന്ന പേരാണ് അച്ചുതണ്ടിന്റെ സമാന്തരത. നമുക്ക് നോക്കാം. അത് അച്ചുതണ്ടിന്റെ ചെരിവ് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം. നമ്മൾ ഭൂമിയുടെ അച്ചുതണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്സിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ആക്സിസ് കണ്ടോ? ഈ ആക്സിസ് ലംബതലത്തിൽ നമ്മൾ നോക്കുവാണ്. ഇതിന്റെ ചെരിവ് ലംബതലത്തിൽ ഇത് 23.5 ഡിഗ്രി ചെരിവ്. ലംബതലം, അതായത് ഭ്രമണതലത്തിൽ, ഭൂമി ഭ്രമണം ചെയ്യുന്ന തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 23.5 ഡിഗ്രി ചെരിവാണ്. ഇനി പരിക്രമണ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് പരിക്രമണം, അതായത് ഭൂമി പരിക്രമണം ചെയ്യുന്ന ആക്സിസ് ഉണ്ടല്ലോ, പരിക്രമണം ചെയ്യുന്ന ഒരു ആക്സിസ്, ആ ആക്സിസിൽ നമ്മൾ ഈ ചെരിവ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ? ഇവിടെ നിന്നുള്ള ചെരിവ് നമുക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കേണ്ടി വരും. പരിക്രമണം ചെയ്യുന്ന ആക്സിസ് നമ്മളൊന്ന് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ ഇതിന്റെ ചെരിവ് നോക്കിക്കഴിഞ്ഞാൽ അത് 66.5 ഡിഗ്രി ആണെന്ന് കാണാൻ സാധിക്കും. 66.5. ഇതാണല്ലോ ഒരു 90 ഡിഗ്രി എന്ന് പറയുന്നത്. 23.5 പ്ലസ് ഈ 66.5 ആണല്ലോ ഈ 90 ഡിഗ്രി ആവുന്നത്. ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? അപ്പോൾ ഭൂമി ഭ്രമണം ചെയ്യുന്ന, അല്ലെങ്കിൽ ലംബതലത്തിലാണ് നമ്മൾ ഈ ഭൂമിയുടെ ഭ്രമണം ചെയ്യുന്ന ആക്സിസ് ഉണ്ടല്ലോ, ഭൂമി ഭ്രമണം ചെയ്യുന്ന ആക്സിസിൽ നോക്കിക്കഴിഞ്ഞാൽ അത് 23.5 ഡിഗ്രിയും, ഭൂമി പരിക്രമണം ചെയ്യുന്ന ആക്സിസ് ഉണ്ടല്ലോ, അതായത് ഭൂമി ഇങ്ങനെ ഒരു നടുക്കൂടെ ഒരു വര വരച്ചുകൊണ്ട് പരിക്രമണം ചെയ്യുന്ന ആക്സിസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ചെരിവ് എത്രയാണ്? ഇവിടെ 66.5 ഡിഗ്രിയാണ്. അത് കൃത്യമായിട്ട് നോക്കി വേണം ഇത് ആൻസർ ചെയ്യാനായിട്ട്. ലംബതലമാണോ ചോദിച്ചേക്കുന്നത്, പരിക്രമണമാണോ ചോദിച്ചേക്കുന്നത്, കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം എപ്പോഴും ആൻസർ ചെയ്യാൻ. അച്ചുതണ്ടിന്റെ ചെരിവ് പരിക്രമണ വേളയിലുടനീളം ഒരേപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ സൂര്യന്റെ അയനം എന്ന് വിളിക്കുന്നു. എന്താണ് സൂര്യന്റെ അയനം? സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഭൂമിയിൽ. എന്താണ് ഉത്തരായന രേഖ, എന്താണ് ദക്ഷിണായന രേഖ എന്ന് ഞാൻ പഠിപ്പിച്ചു. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശവും ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി സൗത്ത് അക്ഷാംശവുമാണ്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്കും ദക്ഷിണായന രേഖ 23 ഡിഗ്രി തെക്കും. ഇതിനിടയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും സൂര്യന്റെ സ്ഥാനം. എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല. കൃത്യമായിട്ടുള്ള ചിത്രത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം. നിങ്ങൾ തൽക്കാലം ഇത് കേൾക്കുക. അപ്പോൾ സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും ഉത്തരായന രേഖയുടെ ഭാഗത്തായിരിക്കത്തില്ല സൂര്യന്റെ സ്ഥാനം, എപ്പോഴും ദക്ഷിണായന രേഖയുടെ ഭാഗത്തായിരിക്കത്തില്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വർഷത്തിൽ ഒരു 2 തവണ ഇതിങ്ങനെ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്ക് ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ സൂര്യന്റെ അയനം, ഈ പ്രതിഭാസത്തെയാണ് നമുക്ക് സൂര്യന്റെ അയനം എന്ന് വിളിക്കുന്നത്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പറഞ്ഞ് ഭൂമിയുടെ പരിക്രമണം, 2 ഭൂമിയുടെ ചെരിവ്, 3 സൂര്യന്റെ അയനം. ഒന്നുകൂടെ പറയാമോ? ഒന്നാമത്തത് ഭൂമിയുടെ പരിക്രമണം, 2 ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ്, 3 സൂര്യന്റെ അയനം. ഈ 3 പ്രതിഭാസങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഭൂമിയിൽ ഈ പറഞ്ഞ ഋതുക്കൾ മാറി മാറി സംഭവിക്കുന്നു.
നമുക്കിത് ഈ ഒരു ചിത്രം നോക്കിക്കേ, സൂര്യൻ്റെ അയനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. ഈ ഒരു ചിത്രം ജസ്റ്റ് ഒന്ന് കണ്ടുകൊള്ളുക. സൂര്യൻ്റെ നേർരേഖയിലുള്ള അല്ലെങ്കിൽ സൂര്യപ്രകാശം ഒരു 6 മാസ കാലഘട്ടത്തോളം ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള പ്രദേശത്ത് ലഭിക്കുന്നു. അതായത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള പ്രദേശത്തെ എന്താ വിളിക്കുന്നത്? ഇത് ഭൂമധ്യരേഖയാണെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ഗോളത്തെ എന്ത് വിളിക്കുന്നു? ഉത്തരാർദ്ധഗോളം. 6 മാസം സൂര്യപ്രകാശം ഉത്തരാർദ്ധഗോളത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ അടുത്ത 6 മാസം, വർഷത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഉണ്ടല്ലോ, അത് ഉത്തരാർദ്ധഗോളത്തിൽ താഴെ, അതായത് ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് കേന്ദ്രീകരിക്കും സൂര്യപ്രകാശം. കേട്ടോ, 6 മാസം ഉത്തരാർദ്ധഗോളത്തിൽ കേന്ദ്രീകരിക്കുന്നു, അടുത്ത 6 മാസം എവിടെ കേന്ദ്രീകരിക്കുന്നു? ദക്ഷിണാർദ്ധഗോളത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് സൂര്യന്റെ അയനം. ഭൂമിയുടെ ചെരിവ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ചിത്രം നമ്മൾ നോക്കണം. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ, ഉത്തരായന രേഖ ഇവിടുന്ന് എങ്ങോട്ടാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെയാണ് നമ്മൾ ദക്ഷിണായനം എന്ന് വിളിക്കുന്നത്. ദക്ഷിണായനം എവിടുന്ന് എങ്ങോട്ടാണ്? ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യപ്രകാശത്തിന്റെ മാറ്റം, അതാണ് സൂര്യന്റെ അയനം. സൂര്യപ്രകാശത്തിന്റെ ആ ഒരു മാറ്റം, അതിനെയാണ് നമ്മൾ ദക്ഷിണായനം എന്ന് വിളിക്കുന്നത്. എന്നാൽ തിരികെ ദക്ഷിണായന രേഖയിൽ നിന്ന് വീണ്ടും പഴയ പോലെ ഉത്തരായന രേഖയിലേക്ക് തിരിച്ച് ഉത്തരായന രേഖയിലേക്ക് സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യന്റെ ഫോക്കസ് മാറുന്നു. എവിടുന്ന? ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഉത്തരായനം. അപ്പോൾ ഇത് രണ്ടും തിരിഞ്ഞു പോരുത്. എവിടുന്ന് എങ്ങോട്ടാണ് എന്ന് നോക്കിയിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കാണെങ്കിൽ ദക്ഷിണായനം, ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണെങ്കിൽ ഉത്തരായനം. തിരിഞ്ഞു പോകരുത്. ഈ ഒരു ചിത്രത്തിൽ നിന്ന് ഇതെല്ലാം നമുക്ക് പഠിക്കാം. നോക്കുക, സൂര്യനാണ് നടുക്ക്, കണ്ടല്ലോ, സണ്ണ് കൃത്യമായിട്ട് അവിടെ സൂര്യപ്രകാശം അതിന് ചുറ്റും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ കാണാം. സണ്ണാണിത്. സൂര്യന് ചുറ്റും ഭൂമി വലം വെക്കുന്നു. ഇതാണ് ഈ പറഞ്ഞ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് നിങ്ങൾ കണ്ടുകൊള്ളുക. ഇതാണ് അച്ചുതണ്ട്. മധ്യഭാഗത്ത് വരച്ചേക്കുന്നത് ഇക്വേറ്റർ ആണ്, ഭൂമധ്യരേഖയാണ്. ഇതാണ് അച്ചുതണ്ട്. കേട്ടോ, അച്ചുതണ്ടിന്റെ ചെരിവ് കണ്ടോ? ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഭൂമി അല്ലേ, ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നേ, ഈ തരത്തിലാണ് ചെരിഞ്ഞിരിക്കുന്നേ. 3 മാസം കഴിഞ്ഞ് ഭൂമി ഇവിടെ എത്തും. അപ്പോഴും ഈ ചെരിവ് അങ്ങനെ തന്നെ. 3 മാസം കഴിഞ്ഞ് അടുത്ത 3 മാസം കഴിയുമ്പോൾ ഭൂമി ഇവിടെ എത്തും. അപ്പോഴും ചെരിവ് ഇങ്ങനെ തന്നെ. അതായത് ഇവിടെ എങ്ങനെയാണോ ചെരിഞ്ഞിരുന്നത്, അല്ലാതെ ഇത് വേറെ രീതിയിൽ ചെരിഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്നില്ല. നോക്ക്, ഉദാഹരണത്തിന് ഇങ്ങനെയാണല്ലോ ഭൂമിയുടെ ചെരിവ്. 6 മാസം കഴിയുമ്പോൾ ആ ചെരിവ് ഇങ്ങനെ ആവുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഇത് തന്നെ ഇങ്ങനെ തന്നെയാണ് ഇത് 12 മാസവും വലം വെക്കുന്നത്. ഇങ്ങനെ തന്നെ, അല്ലാതെ ചെരിവ് ഇങ്ങോട്ട് ചെരിഞ്ഞു വരുന്നില്ല. കുറച്ച് 6 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ആവുന്നില്ല. സദാ പറഞ്ഞു വരുന്നത് അല്ലേ? ഇവിടെ എത്തുമ്പോഴും ഈ ചെരിവ് ഇങ്ങനെ തന്നെ. ഇതാണ് അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് വിളിക്കുന്നത്. അച്ചുതണ്ട് സമാന്തരമായിട്ട് കണ്ടോ, ഇതിനൊരു ചേഞ്ച് സംഭവിക്കുന്നില്ല. അച്ചുതണ്ടിനെ എങ്ങനെയാണോ ചെരിഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ ഇത് ഭൂമിയെ വലം വെക്കുന്നു. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ പഠിക്കാൻ പോകുന്ന അയനാന്തങ്ങളും വിശ്വങ്ങളെ പറ്റി പഠിക്കാൻ പോവാണ്. വളരെ ശ്രദ്ധിച്ചിരുന്നോണം. അച്ചുതണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് അച്ചുതണ്ട്. ഭൂമിയുടെ 4 ഭാഗത്തും അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. മധ്യത്തിൽ കൂടെ വരച്ചേക്കുന്നത് ഭൂമധ്യരേഖയാണ്. നിങ്ങൾക്ക് കാണാം കേട്ടോ, കൃത്യമായിട്ട് കാണാമല്ലോ ഭൂമധ്യരേഖ. ഈ 4 ഇതിലും ഭൂമധ്യരേഖ വരച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഏകദേശത്തിൻ്റെ ഇവിടെയായിട്ട് ഇത് ഉത്തരായന രേഖ, അറിയാമല്ലോ എല്ലാവർക്കും. ഇത് ദക്ഷിണായന രേഖ. എല്ലാത്തിലും നമുക്കങ്ങനെ ഇത് ഉത്തരായന രേഖ, ഇത് ദക്ഷിണായന രേഖ. 23 ഡിഗ്രി വടക്ക് തെക്കാണല്ലോ. നമുക്ക് ഇത് ഉത്തരായന രേഖ, ഇത് ദക്ഷിണായന രേഖ. എല്ലാത്തിലും ഞാൻ വരയ്ക്കുവാണേ. ഇത് ഉത്തരായന രേഖ, ഇത് ദക്ഷിണായന രേഖ. നമ്മൾ ഈ പറഞ്ഞ 21-ാം തീയതി മാർച്ച് ഈ ദിവസത്തിൽ നമ്മൾ തുടങ്ങുക. നോക്കുക, ഈ ദിവസത്തിൽ സൂര്യൻ്റെ സ്ഥാനം നമുക്ക് നോക്കാം. സൂര്യപ്രകാശം കൂടുതലും പതിക്കുന്നത് ഭൂമധ്യരേഖ പ്രദേശത്തേക്കാണ്. ഭൂമധ്യരേഖ പ്രദേശത്താണ് ഈ സമയത്ത് കൂടുതൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നത്. അതായത് ആ ഭൂമിയുടെ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ഭൂമിയുടെ ചിത്രത്തിലേക്ക് മുഴുവൻ ഈ ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ഭാഗവും ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള ഭാഗവും ഒരേപോലെ പ്രകാശിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? അതായത് സൂര്യപ്രകാശം നേരെ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ പതിക്കുമ്പോൾ അല്ലേ, സൂര്യപ്രകാശം ഇരുഗോളങ്ങളിലും ഒരേപോലെ ലഭിക്കും. ആർക്കും കൂടുതലുമില്ല, കുറവുമില്ല. മനസ്സിലായോ? ആ ദിവസമാണ് ഇത് 21 മാർച്ച്. അതായത് സൂര്യപ്രകാശം ഒരേപോലെ ഉത്തരാർദ്ധഗോളത്തിലുള്ളവർക്കും ഇവർക്കും ഒരേപോലെ ലഭിക്കുന്ന ദിവസമാണ് 21 മാർച്ച്. ആർക്കും കൂടുതലുമില്ല, കുറവുമില്ല. കാരണം എന്നാ, ഈ നേർരേഖയിലുള്ള പ്രകാശരശ്മികൾ ഈ സമയത്ത് പതിക്കുന്നത് എവിടെയാണ്? നേരെ ഭൂമധ്യരേഖയിലാണ്. ഏകദേശം ഒരു 3D ടൈപ്പ് ചിത്രമാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? 3 മാസം കഴിയുമ്പോൾ ഇത് 6 മാസം കൊണ്ടാ, അല്ല 12 മാസം കൊണ്ടാ ഒരു കറക്കൽ കറങ്ങുന്നത്. 21 മാർച്ചിൽ നിന്ന് തുടങ്ങുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, 3 മാസം കഴിഞ്ഞ് ജൂൺ 21 ആവുമ്പോൾ
ഭൂമിയും സൂര്യനും തമ്മിലുള്ള സ്ഥാനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സമയത്ത് സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്ന എങ്ങോട്ടാണെന്ന് നിങ്ങൾ നോക്കിക്കേ. ഭൂമധ്യരേഖയിലല്ല. സൂര്യന്റെ നേർരേഖയിലുള്ള പ്രകാശരശ്മികൾ എടുത്തു കഴിഞ്ഞാൽ അത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ഭാഗത്താണ് കൂടുതൽ ഈ സമയത്ത് പ്രകാശരശ്മികൾ കിട്ടുന്നത്. അതായത് ഈ ഉത്തരായന രേഖ ഭാഗത്ത്. കൃത്യം പറഞ്ഞാൽ ഉത്തരായന രേഖയ്ക്ക് നേരെ മുകളിലാണ് ഇപ്രാവശ്യം ഈ ഒരു സമയത്ത് സൂര്യന്റെ ഈ നേർരേഖയിലുള്ള പ്രകാശരശ്മികൾ പതിക്കുന്നത്. അതായത് ഡയറക്റ്റ് സൂര്യപ്രകാശം ഇപ്പോൾ ആർക്കാ കിട്ടുന്നത്? ഈ ഉത്തരായന രേഖക്കാർക്കാണ്. ഉത്തരായന രേഖയിലുള്ളവർക്കാണ് നേർരേഖയിലുള്ള സൂര്യപ്രകാശം കിട്ടുന്നത്. ആ ദിവസമാണ് ജൂൺ 21. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഉത്തരായനാന്തം അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്തം എന്നൊക്കെ വിളിക്കുന്നത് ഈ ദിവസമാണ്. അതായത് മാർച്ച് 21 3 മാസത്തേക്കുള്ള യാത്ര ഭൂമി നടത്തിയപ്പോൾ അല്ലെ സൂര്യനെ ചുറ്റി വലം വെച്ചപ്പോഴത്തേക്ക് കൂടുതൽ സൂര്യപ്രകാശം കിട്ടിയത് ആർക്കായിരുന്നു? ഉത്തരാർദ്ധ ഗോളക്കാർക്കാണ്. പ്രത്യേകിച്ച് ജൂൺ 21 ഉത്തരായന രേഖയുടെ നേരെ മണ്ടേ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്തു. വീണ്ടും 3 മാസം വീണ്ടും 3 മാസം വീണ്ടും 3 മാസം, അതായത് 6 മാസം. ഇവിടെ എത്തുമ്പോൾ 6 മാസം കംപ്ലീറ്റ് ആവും. എങ്ങനെയാണോ മാർച്ച് 21 സൂര്യപ്രകാശം കിട്ടിയത് അങ്ങനെ തന്നെയായിരിക്കും ഈ ദിവസം. ഏത് ദിവസമാണ്? സെപ്റ്റംബർ 23 സൂര്യപ്രകാശം കിട്ടുന്നത്. കൃത്യം ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിരിക്കും. എന്നിട്ട് ഇവിടെ എങ്ങനെയാണോ സൂര്യപ്രകാശം കിട്ടിയത് അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇവിടെയും കിട്ടുന്നത്. കണ്ടോ? നിങ്ങളതിൻ്റെ മറുവശം ഒന്ന് ചിന്തിച്ച്. ഇതിൻ്റെ ഇവിടെ എങ്ങനെയാണോ പ്രകാശിച്ച് നിൽക്കുന്നത് അങ്ങനെയായിരിക്കും ഭൂമിയുടെ അപ്പുറത്തെ സൈഡ്. മനസ്സിലായോ? പ്രകാശിച്ച് നിൽക്കുന്നത്. അതായത് കൃത്യം ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് സൂര്യപ്രകാശം. അതുകൊണ്ട് ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും ഒരേപോലെ സൂര്യപ്രകാശം കിട്ടുന്ന ദിവസമാണിത്. ഇനി ഈ 6 മാസം ഒന്ന് നമുക്ക് എടുത്തു നോക്കാം. എന്നിട്ട് ഇവിടെ നിന്നുള്ള മാർച്ച് 21 ജൂൺ 21 വരെ വന്ന ആ ഒരു 3 മാസവും ജൂൺ 21 സെപ്റ്റംബർ 23 വരെ വന്ന ഈ ഒരു 3 മാസം, ടോട്ടൽ 6 മാസം എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സൂര്യപ്രകാശം ലഭിച്ചത് എവിടെയാണ്? ഉത്തരാർദ്ധ ഗോളത്തിലാണ്. കാരണം ഇത് ഭൂമധ്യരേഖയിൽ നിന്ന് ജൂൺ 21 ആയപ്പോൾ എങ്ങോട്ട് കിട്ടി സൂര്യപ്രകാശം? ഇവിടെ കിട്ടി. ഉത്തരായന രേഖയ്ക്ക് മുകളിൽ നേരെ കിട്ടി. വീണ്ടും അടുത്ത 3 മാസം ഇവിടെ തന്നെ കിട്ടുന്നേ അല്ലേ? അങ്ങനെ സെപ്റ്റംബർ 23 ആയപ്പോൾ വീണ്ടും സൂര്യപ്രകാശം എവിടെയായി? ഭൂമധ്യരേഖയിലായി. എവിടെ നിന്നായിരുന്നു ഭൂമധ്യരേഖ നേരത്തെ കിട്ടിയത്? 21 മാർച്ച്. 6 മാസം സൂര്യപ്രകാശം ഇവിടെ കിട്ടുന്നു, ഈ ഭാഗത്ത് കിട്ടുന്നു. കേട്ടോ? ഈ 6 മാസം ഇവിടെ കിട്ടുന്നു. അങ്ങനെ വീണ്ടും ഭൂമധ്യരേഖയിലെത്തി. ഇനിയുള്ള 3 മാസം നോക്കിക്കേ. ഇനിയുള്ള 3 മാസം, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 3 മാസം, ഇനിയുള്ള 3 മാസം. സെപ്റ്റംബർ ഡിസംബർ ആകുന്ന സമയത്ത് ഇത് ഭൂമധ്യരേഖയാണ്. ഇനി സൂര്യപ്രകാശം പ്രധാനമായിട്ടും കിട്ടുന്ന എങ്ങോട്ടാണ് നോക്കുക? കൂടുതൽ പ്രകാശം ഇരിക്കുന്ന ഏത് ഭാഗമാണെന്ന് നോക്കിക്കേ. സൂര്യന് വളരെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ആരാണ്? ദക്ഷിണാർദ്ധ ഗോളക്കാരാണ്. പ്രത്യേകിച്ച് ഡിസംബർ 22 ആകുമ്പോൾ കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത് ഈ ദക്ഷിണായന രേഖയിലായിരിക്കും. മനസ്സിലായോ? വീണ്ടും അടുത്ത 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഭൂമധ്യരേഖ തന്നെ കിട്ടും. ഭൂമധ്യരേഖ തന്നെ സൂര്യപ്രകാശം കിട്ടും. മാർച്ച് 21 ഒരു സർക്കിൾ കംപ്ലീറ്റ് ആക്കി. അതായത് ഇവിടുന്ന് തുടങ്ങി ഈ സെപ്റ്റംബർ 23 തുടങ്ങി മാർച്ച് 21 വരെയുള്ള ഈ 3+3 6 മാസം കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന ആർക്കായിരിക്കും? ദക്ഷിണാർദ്ധ ഗോളക്കാർക്കായിരിക്കും. ഈ 6 മാസം ആർക്കാ കിട്ടിയത്? ഉത്തരാർദ്ധ ഗോളക്കാർക്ക് കിട്ടി. ഈ 6 മാസം ആർക്ക് കിട്ടി? ദക്ഷിണാർദ്ധ ഗോളക്കാർക്ക് കിട്ടി. ഇതിനെയാണ് നമ്മൾ സൂര്യന്റെ അയനം എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സൂര്യന്റെ അയനം. കൃത്യം ഭൂമധ്യരേഖയുടെ മുകളിൽ സൂര്യപ്രകാശം പതിക്കുന്ന ദിവസങ്ങൾ നോക്കിക്കേ. മാർച്ച് 21 സെപ്റ്റംബർ 23. ഇത് കൃത്യം ഭൂമധ്യരേഖയുടെ മുകളിലായിരിക്കും ഈ ദിവസം സൂര്യപ്രകാശം പതിക്കുന്നത്. അതായത് രണ്ടുപേർക്കും ഒരേ അളവിൽ ഈ സമയത്ത് സൂര്യപ്രകാശം വെളിച്ചം ലഭിക്കും. മനസ്സിലായോ? ഈ ദിവസങ്ങളെ വിളിക്കുന്ന പേരാണ് വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്നാണ് ഈ ദിവസങ്ങളെ വിളിക്കുന്നത്. ഈ 2 ദിവസങ്ങളെ വിളിക്കുന്നത് വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്നാണ്. ജൂൺ 21 നോക്കിക്കേ. ജൂൺ 21 ആദ്യത്തെ 3 മാസം. മാർച്ച് 21 തുടങ്ങുന്ന ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള വലംവയ്ക്കലിന്റെ ആദ്യത്തെ 3 മാസം കഴിയുമ്പോൾ എവിടെ എത്തും? ഇവിടെ ഈ ഭാഗത്തെത്തും. സൂര്യപ്രകാശം ഈ സമയത്ത് ഉത്തരായന രേഖയ്ക്ക് നേരെ മുകളിലായിരിക്കും പതിക്കുന്നത്. ഇതാണ് ഉത്തരായനാന്ത ദിനം. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ എത്തുമ്പോൾ സെപ്റ്റംബർ 23 3 മാസം സഞ്ചരിച്ച് ഭൂമി ഇതിൻ്റെ ഇവിടെ എത്തുമ്പോൾ സൂര്യപ്രകാശം നേർരേഖയിലുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന ആർക്കായിരിക്കും? ഈ പറഞ്ഞ ദക്ഷിണായന രേഖയ്ക്കായിരിക്കും. ദക്ഷിണായന രേഖ, ഇതിനെയാണ് നമ്മൾ ദക്ഷിണ അയനാന്തം എന്ന് വിളിക്കുന്നത്. അതേതാണ് ദിവസം? ഡിസംബർ 22. ഉത്തരായനാന്തം ഏതായിരുന്നു? ജൂൺ 21. മറന്നു പോകരുത്. അപ്പോൾ ഈ 6 മാസം മാർച്ച് 21 തൊട്ടുള്ള ഇവിടുന്ന് മാർച്ച് 21 തൊട്ടുള്ള സെപ്റ്റംബർ 23 ഈ 6 മാസം സൂര്യപ്രകാശം ലഭിച്ചത് ആർക്കായിരുന്നു? കൂടുതൽ ലഭിച്ചത് ഉത്തരാർദ്ധ ഗോളക്കാർക്ക്. അല്ലെങ്കിൽ സൂര്യന്റെ നേർരേഖയിലുള്ള രശ്മികൾ ലഭിച്ചത് ആർക്കാ? സൂര്യൻ ഡയറക്റ്റ് ആയിട്ട് പതിച്ചത് എങ്ങോട്ടാ? ഉത്തരായന രേഖക്കാർക്ക്. അപ്പോൾ താഴെയുള്ളവർക്ക് കിട്ടുന്നില്ല സൂര്യപ്രകാശം, അവർക്ക് ചെരിഞ്ഞുള്ള പ്രകാശരശ്മികളാണ് കിട്ടുന്നത്. കാരണം കണ്ടോ, ഇങ്ങോട്ട് നോക്കി. ഈ ജൂൺ 21 നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ ജൂൺ 21 നിങ്ങളൊന്ന് നോക്കിക്കേ. ജൂൺ 21 ഒന്നുകൂടെ നിങ്ങൾ നോക്കിക്കേ. ഈ ജൂൺ 21 ഈ ഭാഗം നോക്ക്.
നമ്മുടെ ഉത്തര ധ്രുവം നോക്കി, ഇവിടെയൊക്കെ ഫുൾ ടൈം സൂര്യപ്രകാശം കിട്ടുന്ന സമയമാണ്. അതായത് ഈ ഒരു 6 മാസം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ 6 മാസ കാലഘട്ടത്തിൽ ഭൂരിഭാഗവും ദിവസങ്ങളിൽ ഈ ഉത്തര ധ്രുവക്കാർക്ക് പകലായിരിക്കും. കാരണം എന്നാ, അവർ സൂര്യനോട് വളരെ സൂര്യനെ നേരെ അഭിമുഖമാണ്, കണ്ടോ. മാത്രം നമ്മളൊക്കെ എന്താ, ഈ ഭൂമിയിലൊക്കെ കിടക്കുന്നവരൊക്കെ എന്താ, ഇങ്ങനെ കറങ്ങി അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് അല്ലെ, ഭൂമി കറങ്ങി ഒരു ഭ്രമണം നടത്തുമല്ലോ, ഭ്രമണം നടത്തി അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് ഇരുട്ടാവും, വീണ്ടും കറങ്ങി ഇപ്പുറം വരുമ്പോൾ നമുക്ക് പകലാവും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവരെങ്ങനെ കറങ്ങിയാലും മുഴുവൻ സമയം പകലാണ്. എന്നാൽ താഴെയുള്ളവരെ സംബന്ധിച്ച് ഇവരെ നോക്കി, ദക്ഷിണ ധ്രുവത്തിലുള്ളവരെ സംബന്ധിച്ച് അങ്ങോട്ടേക്ക് സൂര്യപ്രകാശം കിട്ടുന്ന പോലും ഇല്ല. ഇവർക്ക് 6 മാസം എന്തായിരിക്കും, ഈ ഭൂമി ഇവിടെ കിടന്ന് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഞാൻ ഈ പോയിന്റ് പറയുമ്പോൾ, ഈ ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഒരാൾ നിൽപ്പുണ്ട്, ഭൂമി ഇങ്ങനെ കിടന്ന് ഭ്രമണം ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇയാൾ സൂര്യനെ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം കിട്ടുമോ? സൂര്യപ്രകാശം ഇങ്ങോട്ട് പതിക്കുന്ന പോലും ഇല്ല. ഈ പറഞ്ഞ ദക്ഷിണ ധ്രുവത്തിലേക്ക് പതിക്കുന്ന പോലും ഇല്ല. എന്നാൽ ഉത്തര ധ്രുവത്തിലുള്ള ആളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാൾ മുഴുവൻ സമയം സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കുക. അയാൾക്ക് രാത്രിയും പകലും ഇല്ല, മുഴുവൻ സമയം പകലായിരിക്കും. രാത്രിയോ പകലോ എന്ന് പറയാനില്ല, മുഴുവൻ സമയത്ത് പകലായിരിക്കും. അയാൾ ഇത് കറങ്ങും, നിങ്ങൾ ചിന്തിക്കണം. ഭൂമി ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടോ, ഇവിടെയുള്ള ആളെ സംബന്ധിച്ച് ഭൂമി കറങ്ങി പുറകെ വരുമ്പോൾ അയാൾക്ക് രാത്രി വരും. എന്നിട്ട് ഇവിടെയുള്ള ആളെ സംബന്ധിച്ച് രാത്രി കിട്ടും, അല്ലേ. നമുക്ക് പകല് കൂടുതലായിരിക്കും, ഇവരെ സംബന്ധിച്ച് പകല് കൂടുതലായിരിക്കും, രാത്രി കുറവായിരിക്കും. എന്നാലും നമുക്ക് പകലും രാത്രിയും കിട്ടും. പക്ഷേ ഏറ്റവും അറ്റത്തുള്ളവരെ സംബന്ധിച്ച്, ഏറ്റവും ധ്രുവത്തിലുള്ളവരെ സംബന്ധിച്ചോ അവർക്ക് ഫുൾ ടൈം പകലായിരിക്കും. എന്നാൽ ഇവിടെ വരുമ്പോഴോ, തൻ്റെ ഈ ഭാഗത്ത് ഉത്തര ധ്രുവത്തിലുള്ളവന് ഡിസംബർ 22 ആകുമ്പോഴത്തേക്ക് ഈ ഉത്തര ധ്രുവത്തിന്റെ 90 ഡിഗ്രി ഉത്തര ധ്രുവത്തിലുള്ളവരെ സംബന്ധിച്ച് 90 ഡിഗ്രി ഉത്തര ധ്രുവത്തിനെ സംബന്ധിച്ച് അയാൾക്ക് ഫുൾ ടൈം ഇരുട്ടായിരിക്കും. എന്നാൽ നേരത്തെ ഇരുട്ട് കിട്ടിയ ദക്ഷിണ ധ്രുവക്കാരനോ, ഭൂമി ഇങ്ങനെ കിടന്ന് കറങ്ങുവാണെങ്കിൽ ഇയാൾക്ക് ഫുൾ ടൈം എന്തായിരിക്കും, ഈ 6 മാസത്തെ ഭൂരിഭാഗ സമയത്ത് അയാൾക്ക് എന്തായിരിക്കും, പകലായിരിക്കും. ഇയാൾക്ക് പകലായിരിക്കും, ഇയാൾക്ക് രാത്രിയായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ 6 മാസം ഉത്തരാർത്ഥ ഗോളത്തിലും അടുത്ത 6 മാസം ദക്ഷിണാർത്ഥ ഗോളത്തിലും സൂര്യപ്രകാശം കേന്ദ്രീകരിക്കുമെന്നാണ് ഈ ചിത്രത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഭൂമി അവിടെ കിടന്ന് ഭ്രമണം ചെയ്യുന്നതും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിക്കണം കേട്ടോ. ആ ഒരു ചിത്രം ഇപ്പം നിങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നിരിക്കുന്ന ചിത്രം വളരെ സ്റ്റേബിൾ ആണ്. നിങ്ങളെ ഭൂമി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്, ഭ്രമണം ചെയ്യുന്നുണ്ടെന്ന് കൂടി ചിന്തിക്കണം. പരിക്രമണം ചെയ്യുന്നതല്ല ചിന്തിക്കേണ്ടത്. പരിക്രമണം ചെയ്യുന്ന ഈ ചിത്രത്തിൽ നമുക്ക് കാണാം. പരിക്രമണം ചെയ്യുന്നത് ഓൾറെഡി നമുക്ക് ഇതിനകത്തുണ്ട്. ഇത് ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് ചിന്തിക്കുമ്പോഴേ കൃത്യമായിട്ട് ആർക്കാണ് കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത്, ആർക്കാണ് രാത്രി, ആർക്കാണ് പകൽ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം അയനാന്തങ്ങളും വിഷയങ്ങളും പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഇതെന്താണ് എഴുതി വെച്ചേക്കുന്നത്? മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായിരിക്കുന്ന ദിവസങ്ങളാണ്. നമ്മൾ കണ്ടു, ഈ 2 ദിവസങ്ങൾ ഞാൻ കണ്ടു, കൃത്യം ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ. ഈ സമയത്ത് ഉത്തരാർത്ഥ ഗോളത്തിലും ദക്ഷിണാർത്ഥ ഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. രണ്ടുപേർക്കും ഒരേപോലെയാണ്. ഉത്തരാർത്ഥ ഗോളക്കാർക്കും ദക്ഷിണാർത്ഥ ഗോളക്കാർക്കും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. അതുകൊണ്ട് 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. രാത്രിയും പകലും ഈ 2 പേർക്കും തുല്യമായിരിക്കും. ഈ ദിനങ്ങളെ സമരാത്ര ദിനങ്ങൾ, ഈക്വൽ ഡേയ്സ് അല്ലെങ്കിൽ ഈക്വൽ നൈറ്റ്സ്, സമരാത്ര ദിനങ്ങൾ എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇക്വിനോക്സ്, മറ്റൊരു വാക്ക് വിഷുവങ്ങൾ. അപ്പോൾ എന്താണ് സമരാത്ര ദിനങ്ങൾ എന്ന് മനസ്സിലായോ? മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ 2 ദിവസങ്ങളിൽ സൂര്യപ്രകാശം നേരെ ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. 2 പേർക്കും ഒരേപോലെയാണ് രാത്രിയും പകലും. അതുകൊണ്ട് ഈ ദിവസത്തെ സമരാത്ര ദിനം എന്ന് വിളിക്കുന്നു ഭൂമിയിൽ. ഇനി മാർച്ച് 21 ശേഷമുള്ള മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21, നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള ആ ഒരു PPT നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. മാർച്ച് 21 തൊട്ട് 3 മാസം അല്ലേ, ജൂൺ 21 ആകുമ്പോൾ സൂര്യൻ നേരെ എവിടെ എത്തി? ഉത്തരായന രേഖയ്ക്ക് നേരെ മുകളിലെത്തി. ഞാൻ കൃത്യമായിട്ട് ഇത് വരച്ച് കാണിച്ചു തന്നതാ. 3 മാസം കഴിയുമ്പോൾ സൂര്യന്റെ സ്ഥാനം നേരെ ഉള്ള പ്രകാശരശ്മികൾ എങ്ങോട്ടായിരിക്കും ഞാൻ കാണിച്ചു തന്നു. ഈ ദിവസത്തെ ഉത്തരാർത്ഥ ഗോളത്തിലെ ഗ്രീഷ്മ അയനാന്ത ദിനം അല്ലെങ്കിൽ കർക്കടക അയനാന്ത ദിനം അല്ലെങ്കിൽ ഉത്തര അയനാന്ത ദിനം, സമ്മർ സോൾസ്റ്റേസ് എന്ന് വിളിക്കുന്നു. എന്താണ് സമ്മർ സോൾസ്റ്റേസ് മനസ്സിലായോ? മാർച്ച് 21 ശേഷമുള്ള 3 മാസം കഴിയുമ്പോൾ, അതായത് ജൂൺ 21 ആകുമ്പോൾ സൂര്യൻ നേരെ ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തും. ഈ ദിവസത്തെയാണ് ഈ പറഞ്ഞ പേരുകളിലൊക്കെ വിളിക്കുന്നത്. ഏതൊക്കെ പേരുണ്ട്? ഗ്രീഷ്മ അയനാന്തം, കർക്കിടക അയനാന്തം, ഉത്തരായനാന്തം. ഉത്തരാർത്ഥ ഗോളത്തിൽ ദൈർഘ്യമേറിയ പകലും, കണ്ടോ, കൂടുതൽ സമയം സൂര്യപ്രകാശം ഇവർക്ക് കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് ഈ സമയത്ത് ദൈർഘ്യമേറിയ പകലും, ദക്ഷിണാർത്ഥ ഗോളത്തിൽ ദൈർഘ്യം കുറഞ്ഞ പകലും അനുഭവപ്പെടുന്ന ദിവസമാണ് ജൂൺ 21. ഉത്തരാർത്ഥ ഗോളക്കാർക്കാണ് കൂടുതൽ സൂര്യപ്രകാശം ഈ സമയത്ത് കിട്ടുന്നത്. അതുകൊണ്ട് അവർക്ക്, ഞാൻ പറഞ്ഞു, ആ ഉത്തര ധ്രുവത്തിലുള്ള ആളെയൊക്കെ സംബന്ധിച്ച് അയാൾക്ക് 6 മാസം ആ സമയത്ത് ഏകദേശം 6 മാസത്തിന്റെ ഭൂരിഭാഗം ദിവസങ്ങളിലും അവർക്ക് പകലായിരിക്കും. അതായത് ദൈർഘ്യമേറിയ പകലും, അതായത് ഈ സൂര്യൻ ഉദിക്കുന്നു ചിലപ്പോൾ രാവിലെ 5 മണിയാകുമ്പോൾ, ലണ്ടനിലൊക്കെ രാവിലെ 5 മണി 4 മണിയാകുമ്പോൾ സൂര്യൻ ഉദിക്കും. ഈ സമയത്ത് ഈ ജൂൺ 21 സമയത്ത്
അല്ലേ? യൂറോപ്പിലെ പല രാജ്യങ്ങളിലും രാവിലെ ഒരു 4 മണി 3 മണിയൊക്കെ സൂര്യൻ ഉദിക്കും. വൈകിട്ട് ഒരു 4 മണി 3 മണി വരെ സൂര്യപ്രകാശം കാണും. നമ്മളെപ്പോലെ 6 മണി അല്ല. മനസ്സിലായോ? അതായത് സൂര്യപ്രകാശമായിരിക്കും കൂടുതൽ. രാത്രി വളരെ കുറവായിരിക്കും. ഞാൻ വെളുപ്പിനെ 3 മണിക്ക് സൂര്യൻ ഉദിക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ചേ. എന്നിട്ട് എപ്പോഴാ സൂര്യൻ അസ്തമിക്കുന്നത്? വെളുപ്പിനെ 3 മണിക്ക് സൂര്യൻ ഉദിക്കുന്നു. രാത്രി വൈകി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത്. ഉറങ്ങാനായിട്ട് എന്നാ സമയമുണ്ട്? അല്ലെങ്കിൽ രാത്രി എന്ന് പറഞ്ഞാൽ എന്നാ സമയമുണ്ട്? ചിലപ്പോൾ 5, 6 മണിക്കൂറേ കാണത്തുള്ളൂ. അതാണ് ഈ പറഞ്ഞ ഉത്തരാർദ്ധ ഗോളത്തിലെ ദൈർഘ്യമേറിയ പകലെന്ന് പറയുന്നത്. അതായത് ദൈർഘ്യമേറിയ പകലെന്ന് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ചിന്തിക്കണം. ദൈർഘ്യം കുറഞ്ഞ രാത്രിയാണ് ഈ ജൂൺ 21 ഉത്തരാർദ്ധ ഗോളത്തിലുള്ളവർക്ക്. എന്നാൽ ദക്ഷിണാർദ്ധ ഗോളക്കാരെ സംബന്ധിച്ചോ അങ്ങോട്ടേക്ക് അവർക്ക് സൂര്യപ്രകാശം കിട്ടുന്നില്ല. അവർക്ക് ചെരിഞ്ഞുള്ള രശ്മികളാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് അവർക്ക് രാത്രിയാണ് കൂടുതൽ. അവർക്ക് പകൽ കുറവാണ്. രാത്രി അവർക്ക് കൂടുതലായിരിക്കും. മനസ്സിലായോ? രാത്രി അവർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് പകല് അവർക്ക് ദക്ഷിണാർദ്ധ ഗോളത്തിൽ ദൈർഘ്യം കുറഞ്ഞ പകൽ കണ്ടോ. അപ്പോൾ പകൽ അവർക്ക് ദൈർഘ്യം കുറവായിരിക്കും. അവർക്ക് രാത്രി ആയിരിക്കും കൂടുതൽ. ആ ദിവസമാണ് ജൂൺ 21. ഇന്ത്യയിലൊന്നും നമുക്കിത് ഇത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് ഇന്ത്യ ഈ ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട്. ഭൂമധ്യരേഖയിൽ അടുത്ത് കിടക്കുന്നവർക്കൊന്നും ഇതൊന്നും കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം അവർ കുറച്ചുകൂടെ വടക്കോട്ടായില്ലേ. ഞാൻ നേരത്തെ ഉത്തര ധ്രുവത്തിൽ കൃത്യം 90 ഡിഗ്രി നിൽക്കുന്ന ഒരുത്തനെ സംബന്ധിച്ച് അവന് മുഴുവൻ സമയവും പകലാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നില്ലേ. അപ്പോൾ ധ്രുവത്തോട് അടുക്കുന്നവർക്ക് ഈ രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം കൂടുന്നതും കുറയുന്നതും ഒക്കെ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്കത് അത്ര കാര്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുമില്ല. മനസ്സിലായോ? എന്നാലും നമുക്ക് ഈ ഡിസംബർ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡിസംബർ മാസമൊക്കെ പെട്ടെന്ന് ഇരുട്ടും നമ്മുടെ നാട്ടിലൊക്കെ. മനസ്സിലായോ? ഡിസംബർ മാസമൊക്കെ പെട്ടെന്ന് ഇരുട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വൈകുന്നേരം 7 മണി വരെയൊക്കെ പകൽ കാണും. അല്ലെങ്കിൽ ജൂണിനോടനുബന്ധിച്ചുള്ള മാസങ്ങളിൽ നോക്കിക്കേ, നമുക്ക് പകൽ കൂടുതലായിരിക്കും. ഇനി ചിലർ പറയാറില്ലേ, രാത്രി ഉറങ്ങാൻ കിടന്ന് പെട്ടെന്ന് തന്നെ രാത്രി തീർന്നു പോയെന്ന് പറയത്തില്ലേ? അത് ഈ നേരത്തെ സൂര്യൻ ഉദിക്കുന്നുണ്ടാ. ഇനി മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധ ഗോളത്തിൽ വസന്തകാലമായിരിക്കും. അടുത്ത കാലത്തെ പറ്റി പറയുക. മാർച്ച് 21 തൊട്ട് സെപ്റ്റംബർ 23, അടുത്ത 6 മാസത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. മാർച്ച് 21 തൊട്ട് സെപ്റ്റംബർ 23 വരെയുള്ള എന്താണ് ഈ 2 ദിവസങ്ങളുടെ പ്രത്യേകത? മാർച്ച് 21 ഒരു സമരാത്ര ദിനമാണ്. സെപ്റ്റംബർ 23 മറ്റൊരു സമരാത്ര ദിനമാണ്. അതായത് 6 മാസം ഈ സമയത്ത് സൂര്യപ്രകാശം ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ പതിക്കുമെന്നൊക്കെ ഞാൻ വരച്ച് കാണിച്ചു തന്നായിരുന്നു. ഈ സമയത്ത് കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന ഭൂമധ്യരേഖ പ്രദേശത്താണെന്ന് ഞാൻ പറഞ്ഞു. 6 മാസം. അതിനകത്ത് ആദ്യത്തെ 3 മാസം മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെയുള്ള 3 മാസം വസന്തകാലമായിരിക്കും. എവിടെ? ഉത്തരാർദ്ധ ഗോളത്തിൽ. അതായത് 6 മാസമാണ് ഇവർക്ക് സൂര്യപ്രകാശം കിട്ടുന്നത്. അതിന് നമ്മൾ 2ആയിട്ട് തരംതിരിക്കുന്നു. ആദ്യത്തെ 3 മാസം, പിന്നെ അടുത്ത 3 മാസം. അങ്ങനെ 2ആയിട്ട് നമ്മൾ 2 പാദങ്ങളാക്കി എടുക്കുന്നു. ഈ ആദ്യത്തെ പാദം വസന്തമായിരിക്കും. രണ്ടാമത് വരുന്ന പാദമാണ് വേനൽക്കാലം. ശൈത്യകാലത്ത് നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് വസന്തം. അതായത് വസന്തം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താണ് വരാൻ പോകുന്നത്? വേനലാണ് വരുന്നത്. ഇപ്പൊ ചെടികൾ വളരുന്നതും പുഷ്പിക്കുന്നതും എല്ലാം ഈ കാലഘട്ടത്തിലാണ്, വസന്ത കാലഘട്ടത്തിലായിരിക്കും. ചെടികൾ വളരുന്നതും പുഷ്പിക്കുന്നതും എല്ലാം വസന്ത കാലഘട്ടത്തിലാണ്. അപ്പൊ എന്താ വരാൻ പോകുന്നത് ഇനി? നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടി. ജൂൺ 21 അടുത്ത 3 മാസം, സെപ്റ്റംബർ 23 വരെയുള്ള 3 മാസം എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? ഉത്തരാർദ്ധ ഗോളത്തിൽ ചൂടായിരിക്കും കിട്ടാൻ പോകുന്നത്. അവർക്ക് വേനലായിരിക്കും. മനസ്സിലായോ? 6 മാസം ഇവിടെ ഉണ്ട്. ആദ്യത്തെ 6 മാസത്തെ 2 പാദങ്ങളായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം എന്താണ്? ആദ്യത്തെ 3 മാസം വസന്തം. അത് കഴിഞ്ഞ് വരാൻ പോകുന്നത് എന്താണ്? നമുക്ക് വരാൻ പോകുന്നത് ചൂടുകാലം. നോക്കിക്കോ, ജൂൺ 21 തൊട്ട് ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ടായനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23 ആകുമ്പോൾ വീണ്ടും ഭൂമധ്യരേഖയിലെത്തും. മാർച്ച് 21 തുടങ്ങിയത്. മാർച്ച് 21 തുടങ്ങി ജൂൺ 21 ആയപ്പോൾ എവിടെ എത്തി? അത് ഉത്തരായന രേഖ എത്തി. വീണ്ടും 3 മാസം കഴിയുമ്പോൾ സെപ്റ്റംബർ 23 ആവും. അപ്പോൾ എവിടെ എത്തും? വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തും. അടുത്ത വിഷുവ ദിനമായി, അല്ലെങ്കിൽ അടുത്ത സമരാത്ര ദിനമായി. ഈ സമയം, ഈ ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെയുള്ള ഈ സമയത്തെ ഉത്തരാർദ്ധ ഗോളത്തിലെ വേനൽക്കാലം എന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധ ഗോളത്തിലെ വേനൽക്കാലമാണ് ഈ 3 മാസം. നമുക്ക് ഈ ചിത്രത്തിലൂടെ ഇത് കാണാം. ഓക്കെ, നേരത്തെ ആ ചിത്രം തന്നെ ഇവിടെ കൊടുത്തേക്കുവാണ്. ഇത് ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ, നേരെ മുകളിൽ സൂര്യപ്രകാശം പതിക്കുന്ന ദിവസം ഏതായിരുന്നു ഇത്? മാർച്ച് 21. അവിടുന്ന് 3 മാസം ഇവിടെ, അടുത്ത 3 മാസം അവിടുന്ന് വീണ്ടും 3 മാസം ഇവിടെ, വീണ്ടും കൃത്യം ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യപ്രകാശം പതിക്കുന്നത് ഈ 6 മാസം കഴിഞ്ഞിട്ടാണ്. ഇതാണ് സെപ്റ്റംബർ 23 എന്ന് പറയുന്ന ദിവസം. ഈ മാർച്ച് 21 ഈ സെപ്റ്റംബർ 23 അല്ലേ നമ്മൾ വിഷുവങ്ങളെന്ന് വിളിക്കുന്നത്. ഈ 6 മാസം, മാർച്ച് 21 തൊട്ട് തന്നെ ഇങ്ങോട്ട് ഇതൊരു 3 മാസമാണ്. ഇതൊരു പാദമായിട്ട് എടുക്കാം. ഇതൊരു 3 മാസമാണ്. ഇത് അടുത്ത പാദമായിട്ട് എടുക്കാം. ഈ സമയം കൂടുതൽ സൂര്യപ്രകാശം പതിക്കുന്നത് എവിടെയാണ്? ഈ ഉത്തരാർദ്ധ ഗോളത്തിലല്ലേ, ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ഭാഗത്തല്ലേ. ഈ 3 മാസത്തെ നമ്മൾ 2 പാദങ്ങളായി, ഈ 6 മാസത്തെ 2 പാദങ്ങളായിട്ട് തരംതിരിക്കുന്നു. അതിൽ ഈ 6 മാസവും സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്നത് ഭൂമധ്യരേഖ പ്രദേശത്ത്. ഈ 6 മാസം വേനൽക്കാലമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, 6 മാസം സൂര്യപ്രകാശം കിട്ടുന്ന ഉത്തരാർദ്ധ ഗോളത്തിലായതുകൊണ്ട് 6 മാസം വേനൽക്കാലമല്ല. ആദ്യത്തെ പാദം
6 മാസം സൂര്യപ്രകാശം കിട്ടുന്നു. അതിനകത്തെ 3 മാസം വരുന്ന ആദ്യത്തെ പാദത്തിൽ എപ്പോഴും വേനലിന് മുമ്പ് എപ്പോഴും എന്തായിരിക്കും? വസന്തമായിരിക്കും. ഈ വസന്തകാലം കഴിഞ്ഞ് വരുന്ന അടുത്ത 3 മാസമാണ് അടുത്ത 3 മാസമാണ് എന്ത് കിട്ടുന്നത്? വേനൽക്കാലമാവുന്നത്. മനസ്സിലായോ? ക്ലിയർ. ഇനി എന്ത് സംഭവിക്കും? അടുത്ത 6 മാസത്തിൽ എന്ത് സംഭവിക്കും? വീണ്ടും സൂര്യപ്രകാശം ഭൂമധ്യരേഖയിൽ പതിച്ചു. ഇവിടുന്ന് ഇനി സൂര്യപ്രകാശം കിട്ടാൻ പോകുന്നത് ദക്ഷിണാർദ്ധ ഗോളത്തിൽ. അതിന് ഇവർക്കാണ് അടുത്ത 6 മാസം സൂര്യപ്രകാശം കിട്ടാൻ പോകുന്ന ആർക്കാണ്? ദക്ഷിണാർദ്ധ ഗോളത്തിലാണ്. അതായത് ഇത്രയും നേരം ആദ്യത്തെ 6 മാസം സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടിരുന്ന ഉത്തരാർദ്ധ ഗോളത്തിന് ഇനി സൂര്യപ്രകാശം കാര്യമായിട്ട് കിട്ടുന്നില്ല. അതായത് ഇങ്ങോട്ട് തണുപ്പ് തുടങ്ങാൻ പോവാ. തണുപ്പ് തുടങ്ങുന്ന ഇവിടം തൊട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു 3 മാസവും ഈ ഒരു 3 മാസം ഉൾപ്പെടുന്ന 6 മാസത്തെ നമ്മൾ 2 പാദങ്ങളായിട്ട് വീണ്ടും തരംതിരിക്കുന്നു. തണുപ്പ് ആദ്യത്തെ 3 മാസം, ചൂടിന് മുമ്പുള്ള ആദ്യത്തെ 3 മാസം വസന്തമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തണുപ്പിന് മുമ്പുള്ള ആദ്യത്തെ 3 മാസം, ഈ 3 മാസം ഉത്തരാർദ്ധ ഗോളത്തിലെ കാര്യം ഞാൻ പറയുന്നത്. ഉത്തരാർദ്ധ ഗോളത്തിലൊക്കെ ഇവർക്ക് ഈ പ്രാവശ്യം സൂര്യപ്രകാശം കിട്ടുന്നില്ല. ഇവർക്ക് ഈ ഒരു 6 മാസമായിരുന്നു സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടിരുന്നത്. മനസ്സിലായോ? ഇനി ഇവർക്ക് എന്താണ്? ഇവിടെ ഉള്ളവർക്ക് എന്താണ്? തണുപ്പാണ്. അപ്പൊ തണുപ്പിന് മുമ്പുള്ള ആദ്യത്തെ 3 മാസം ഇവർക്ക് ഹേമന്തകാലം. ഹേമന്തം കഴിഞ്ഞ് വരുന്ന അടുത്ത 3ാമത്തെ മാസമാണ് 6ലെ 2ാമത്തെ പാദത്തിലാണ് ഇവർക്ക് എന്താവുന്നത്? വിന്റർ സീസൺ ആവുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ചിന്തിച്ചോണം. ജൂൺ 21 അതാണല്ലോ ഈ ദിവസം. മാർച്ച് 21 തൊട്ട് സെപ്റ്റംബർ 23 വരെയുള്ള 6 മാസം. അതായത് ഭൂമി ഇങ്ങനെ കറങ്ങി ഇവിടെ വന്ന് ഇവിടെ വരുന്ന ഈ ഒരു 6 മാസം. അതിന് നമ്മൾ 2 ഭാഗങ്ങളായിട്ട് 2 പാദങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തെ പാദം അല്ലെങ്കിൽ ഫസ്റ്റ് പോർഷൻ ഈ 3 മാസം, സെക്കൻഡ് പോർഷൻ ഈ 3 മാസം. ഈ 6 മാസവും സൂര്യപ്രകാശം കേന്ദ്രീകരിക്കുന്നത് ഉത്തരാർദ്ധ ഗോളത്തിലാണ് എന്ന് പറഞ്ഞ 6 മാസവും ഉഷ്ണകാലമാണോ? അല്ല. ഉഷ്ണകാലത്തിന് മുമ്പുള്ള ആദ്യത്തെ 3 മാസം വസന്തവും അതിനുശേഷം വരുന്ന അടുത്ത 3 മാസം ആണ് ഏത്? സമ്മറും. വീണ്ടും അടുത്ത 6 മാസത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. അടുത്ത 6 മാസം ഇവർക്ക് എന്ത് കിട്ടുന്നില്ല? ഉത്തരാർദ്ധ ഗോളത്തിലുള്ളവർക്ക് എന്ത് കിട്ടുന്നില്ല? അവർക്ക് സൂര്യപ്രകാശം കാര്യമായിട്ട് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഈ അടുത്ത 6 മാസം ഇവർക്ക് തണുപ്പാണ്. ഈ 6 മാസത്തെ 3 മാസമുള്ള 2 പാദങ്ങളായിട്ട് വീണ്ടും നമ്മൾ തരംതിരിക്കുന്നു. 6 മാസം തണുപ്പല്ല. തണുപ്പിന് മുമ്പുള്ള ഈ 3 മാസം എന്താണ്? ഓട്ടം അല്ലെങ്കിൽ ഹേമന്തമാണ്. അത് കഴിഞ്ഞ് വരുന്ന 3 മാസമാണ് എന്ത് വരുന്നത്? വിന്റർ വരുന്നത്. അപ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിലെ സീസണുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എൻ്റെ ഒപ്പം പറയണം. മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെയുള്ള 3 മാസം ഉത്തരാർദ്ധ ഗോളക്കാർക്ക് വസന്തമായിരിക്കും. ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെയുള്ള 3 മാസം ഉത്തരാർദ്ധ ഗോളക്കാർക്ക് വേനലായിരിക്കും. സെപ്റ്റംബർ 23 തൊട്ട് ഡിസംബർ 22 വരെയുള്ള 3 മാസം ഉത്തരാർദ്ധ ഗോളക്കാർക്ക് തന്നെയാണ്. ഞാൻ ദക്ഷിണാർദ്ധ ഗോളത്തെ പറ്റി ഇവിടെ പറഞ്ഞിട്ട് പോലുമില്ല. ഉത്തരാർദ്ധ ഗോളക്കാർക്ക് ഹേമന്തമായിരിക്കും. ഡിസംബർ 22 തൊട്ട് വീണ്ടും മാർച്ച് 21 വരെയുള്ള അടുത്ത 3 മാസ കാലഘട്ടം ഉത്തരാർദ്ധ ഗോളക്കാർക്ക് ശൈത്യമായിരിക്കും. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ പോരെ ദക്ഷിണാർദ്ധ ഗോളക്കാരെ സംബന്ധിച്ച്? ദക്ഷിണാർദ്ധ ഗോളത്തിലൊക്കെ സീസണുകളിൽ പ്രത്യേകം പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഈ 6 മാസം എന്ന് ഞാൻ പറയുന്നത് എവിടുന്ന? ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ എത്തുന്ന 6 മാസം ഉത്തരാർദ്ധ ഗോളക്കാർക്കല്ലേ സൂര്യപ്രകാശം കിട്ടുന്നത്. അതായത് ഈ 6 മാസത്തെ ഇവരുടെ സീസൺ എങ്ങനെയാ? 6 മാസം സൂര്യൻ കിട്ടുന്നു. ആദ്യത്തെ 3 മാസത്തെ സ്പ്രിംഗ് എന്നും രണ്ടാമത്തെ 3 മാസത്തെ അല്ലെങ്കിൽ വസന്തമെന്നും രണ്ടാമത്തെ 3 മാസത്തെ വേനലെന്നും വിളിക്കുന്നു. ഇത് വസന്തം, രണ്ടാമത്തെ 3 മാസം വേനൽ. അങ്ങനെയാണ് 6 മാസം ആവുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ദക്ഷിണാർദ്ധ ഗോളക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ സമയത്ത് അവർക്ക് സൂര്യപ്രകാശം കിട്ടുന്നില്ലല്ലോ. ദാറ്റ് മീൻസ് അവർക്ക് തണുപ്പല്ലേ? മൊത്തം 6 മാസം തണുപ്പായിരിക്കുമോ? അല്ല. ആദ്യത്തെ 3 മാസം ഇവിടെ ഉത്തരാർദ്ധ ഗോളത്തിൽ സ്പ്രിംഗ് വരുന്ന ആദ്യത്തെ 3 മാസം ദക്ഷിണാർദ്ധ ഗോളക്കാർക്ക് എന്തായിരിക്കും? അവർക്ക് ഓട്ടമായിരിക്കും. കാരണം അവർക്ക് തണുപ്പല്ലേ. തണുപ്പിന് മുമ്പുള്ള ആദ്യത്തെ 3 മാസം ഏതാ? ഓട്ടം, ഹേമന്തവാ. അത് കഴിഞ്ഞുള്ള 3 മാസമായിരിക്കും. അതായത് ഉത്തരാർദ്ധ ഗോളത്തിൽ സമ്മർ ആകുമ്പോഴാണ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്താവുന്നത്? അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് എന്ത് വരുന്നത്? വിന്റർ വരുന്നത്. ഇനിയുള്ള 6 മാസം നോക്കിക്കേ. ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള 6 മാസം. ഈ സമയത്ത് ഉത്തരാർദ്ധ ഗോളക്കാരെ സംബന്ധിച്ച് അവർക്ക് തണുപ്പ് തുടങ്ങുക. തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള 3 മാസം ഹേമന്തമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ വരുമ്പോൾ ദക്ഷിണാർദ്ധ ഗോളക്കാർക്ക് എന്ത് വരും? ദക്ഷിണാർദ്ധ ഗോളക്കാർക്ക് ഇവരെ സംബന്ധിച്ച് എന്താണ്? അവരിലേക്ക് സൂര്യപ്രകാശം കിട്ടും. ഇവർക്കാണ് ഈ സമയത്ത് ചൂട് 6 മാസമാണ് അല്ലേ? അല്ലെങ്കിൽ സൂര്യപ്രകാശം ചൂട് 6 മാസം എന്നല്ല, സൂര്യപ്രകാശം കേന്ദ്രീകരിക്കുന്ന 6 മാസമാണ്. സൂര്യപ്രകാശം കേന്ദ്രീകരിക്കുന്ന 6 മാസവും വേനൽക്കാലമായിരിക്കും? അല്ല. ആദ്യത്തെ 3 മാസം എന്തായിരിക്കും? വസന്തമായിരിക്കും. അപ്പോൾ ഉത്തരാർദ്ധ ഗോളക്കാർക്ക് ഹേമന്തം വരുമ്പോൾ ദക്ഷിണാർദ്ധ ഗോളക്കാർക്ക് എന്തായിരിക്കും? വസന്തമായിരിക്കും. അടുത്ത 3 മാസമാണ് കേട്ടോ സൂര്യൻ കേന്ദ്രീകരിക്കുന്ന 6 മാസങ്ങളിലെ 2ാം പാദത്തിലാണ് അവർക്ക് എന്ത് വരുന്നത്? ചൂട് വരുന്നത്. അപ്പം ഉത്തരാർദ്ധ ഗോളക്കാർക്ക് വിന്റർ വരുന്ന ഈ സമയം ദക്ഷിണാർദ്ധ ഗോളക്കാർക്ക് എന്ത് വരും? അവർക്ക് സമ്മർ വരും അല്ലെങ്കിൽ വേനൽക്കാലം വരും. വസന്തം കഴിഞ്ഞാൽ എന്താണ്? വേനലാണ്. ഇപ്പം ഞാൻ 2
ഗോളത്തിലെയും സീസൺ മനസ്സിലായില്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. ഇത് പറഞ്ഞു തരാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. ഞാൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു ചിത്രം വെച്ചിട്ട് ഇത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ ഈ ചിത്രം വെച്ച് വേണമെങ്കിൽ എൻ്റെ ഈ നമ്മൾ ആദ്യം പഠിച്ച ചിത്രമാണിത്. ഇതിൽ നിന്ന് കുറച്ചുകൂടെ വ്യക്തമാവും. ഇത് ഭൂമധ്യരേഖ, ഇതും ഭൂമധ്യരേഖ. നേരെ ഭൂമധ്യരേഖയിൽ പതിക്കുന്ന ദിവസങ്ങളാണ് മാർച്ച് 21 ഇവിടെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്, സെപ്റ്റംബർ 23. ഇതൊരു 6 മാസ സർക്കിൾ. ഈ സമയത്ത് സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്ന ആർക്കാണ്? ഉത്തരാർദ്ധ ഗോളക്കാർക്ക്. ഈ സമയത്ത് തണുപ്പാർക്കാണ്? ദക്ഷിണാർദ്ധ ഗോളക്കാർക്ക്. അടുത്ത 6 മാസ സമയം, ഈ സമയത്ത് സൂര്യപ്രകാശം കിട്ടുന്ന ആർക്കാണ്? ദക്ഷിണാർദ്ധ ഗോളക്കാർക്ക്. സൂര്യപ്രകാശം കുറവ് കിട്ടുന്ന, തണുപ്പ് തുടങ്ങുന്ന ആർക്കാണ്? ഉത്തരാർദ്ധ ഗോളക്കാർക്ക്. നേരെ തിരിഞ്ഞു വരും. ഇത് വെച്ചുകൊണ്ട് നമുക്ക് സീസൺസ് പറയാൻ പറ്റത്തില്ലേ? ഈ 3 മാസം ഇവിടം തൊട്ട് ഇവിടം വരെയാണ് മൊത്തം 6 മാസം സൂര്യപ്രകാശം കേന്ദ്രീകരിക്കുന്നത്. സൂര്യപ്രകാശം കേന്ദ്രീകരിക്കുന്ന 6 മാസവും ചൂടല്ല എന്ന് ഓർത്തോണം. ആദ്യത്തെ മാസം, ചൂടിന് മുന്നൊരുക്കമുള്ള മാസമാണ് വസന്തം. ചൂടിൻ്റെ മുന്നൊരുക്ക മാസമാണ് വസന്തം. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? വേനൽ. ഡേറ്റുകൾ ഓർത്തോണം. അത് കഴിഞ്ഞ് വരുന്ന 3 മാസം എന്താണ്? വേനൽ കഴിഞ്ഞാൽ പിന്നെ ഇനി തണുപ്പിൻ്റെ 6 മാസം. ഉത്തരാർദ്ധ ഗോളക്കാരെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇനി തണുപ്പിൻ്റെ 6 മാസം അവർക്ക്. ഉത്തരാർദ്ധ ഗോളക്കാർക്ക് തണുപ്പ് ഇങ്ങനെയല്ല വരയ്ക്കുന്നത്. തണുപ്പിൻ്റെ 6 മാസം ഇനി ഇവർക്ക്. അപ്പോൾ തണുപ്പിൻ്റെ ആദ്യത്തെ 3 മാസം, ഈ ആദ്യത്തെ 3 മാസം എന്താണ്? തണുപ്പിൻ്റെ ആദ്യത്തെ 3 മാസം ഹേമന്തം. 6 മാസമാണ് മൊത്തം സൂര്യപ്രകാശം ഇനി ഇവരൊക്കെ കേന്ദ്രീകരിക്കാത്തത്. 6 മാസം ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നില്ല. അതായത് 6 മാസം ഇനി തണുപ്പ്, അതായത് അവർക്ക് തണുപ്പ് വരാൻ പോകും. തണുപ്പിന് മുമ്പുള്ള 3 മാസം ഹേമന്തം. അടുത്ത 3 മാസമാണ് എന്ത് വരുന്നത്? അവർക്ക് എന്ത് വരുന്നത്? നമ്മുടെ ശൈത്യം വരുന്നത്. ഇത് ഉത്തരാർദ്ധ ഗോളത്തെ വെച്ചുകൊണ്ടായി പറഞ്ഞത്. ദക്ഷിണാർദ്ധ ഗോളത്തെ വെച്ചുകൊണ്ട് ഇത് പറയാൻ പറ്റത്തില്ലേ? ഈ 6 മാസത്തെ കാലം നോക്കാം. അവർക്ക് ദക്ഷിണാർദ്ധ ഗോളക്കാരെ സംബന്ധിച്ച് അവർക്ക് തണുപ്പാണ്. ഈ 6 മാസം, ഈ ഭാഗത്തെ 6 മാസം ഇവർക്ക് തണുപ്പാണ്. തണുപ്പിന് മുമ്പുള്ള 3 മാസം എന്താണ്? തണുപ്പിന് മുമ്പുള്ള 3 മാസം എപ്പോഴും ഓർത്തോണം ഹേമന്തം. ദക്ഷിണാർദ്ധ ഗോളക്കാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഹേമന്തം. നമ്മൾ നേരത്തെ ഇവിടെ എന്താ എഴുതി? ഉത്തരാർദ്ധ ഗോളക്കാർക്ക് വേണ്ടി നമ്മൾ അവിടെ എന്താ എഴുതി കൊടുത്തത്? വസന്തമായിരുന്നു. അപ്പോൾ അവിടെ ഹേമന്തമായി. അത് കഴിഞ്ഞിട്ടുള്ള 3 മാസം ആർക്കാണ്? ഇവർ തണുപ്പ് അല്ലേ? അപ്പോൾ ഇതെന്തായി? ശൈത്യമായി. അടുത്ത 3 മാസം ഇവർക്ക് ശൈത്യമായി. ഓക്കെ. ഇനിയുള്ള 3 മാസം ഇവർക്ക് എന്താണ്? അടുത്ത ഈ ഭാഗത്തെ 3 മാസം ഇനി ഇവർക്ക് എന്താകുന്നു? ഇനി ഇവർക്ക് ചൂട് കിട്ടാൻ തുടങ്ങുന്നു. ഇനി സൂര്യപ്രകാശം ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നു. ഈ 6 മാസമാണ് കേന്ദ്രീകരിക്കുന്നത്. 6 മാസം ചൂടാണോ? അല്ല. ചൂടിന് മുമ്പ് എന്താണ്? ആദ്യം വസന്തം. ദക്ഷിണാർദ്ധ ഗോളക്കാരുടെ കാര്യം എഴുതുന്നത് വസന്തം. വസന്തം കഴിഞ്ഞിട്ടാണ് അവർക്ക് എന്ത് വരുന്നത്? വേനൽ വരുന്നത്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഇത്ര എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തുള്ളൂ. ഇത് ക്ലിയർ ആയെന്ന് കരുതുവാണ്. ഇത് മിക്കവാറും പഠിപ്പിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ഈ ചിത്രം വെച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വീണ്ടും ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം ഇവിടെ. ഇതുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു ചിത്രം വെച്ച് വീണ്ടും ഒന്നുകൂടെ അത് മനസ്സിലാക്കിയെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഈ ചിത്രങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി എഴുതി വെച്ചേക്കുവാണ്. സെപ്റ്റംബർ 23 തൊട്ട് ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ട് അയനം തുടങ്ങുന്ന സൂര്യൻ 3 മാസം കഴിയുമ്പോൾ ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേരെ മുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധ ഗോളത്തിൽ വിളിക്കുന്ന പേരാണ് ശൈത്യ അയനാന്തം. ഈ ദിവസത്തെയാണ് ഭൂമിയിൽ മൊത്തത്തിൽ ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നത്. ഉത്തരാർദ്ധ ഗോളത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അയനാന്തങ്ങളുടെയൊക്കെ പേരുകൾ പറയുന്നത്. കേട്ടോ, ഉത്തരാർദ്ധ ഗോളത്തിൽ ഈ സമയത്ത് തണുപ്പാവുമല്ലേ, അതുകൊണ്ട് ഇതിന് ശൈത്യ അയനാന്തം അല്ലെങ്കിൽ വിന്റർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നു. ഏത് ദിവസമാണ്? ഡിസംബർ 22 വിളിക്കുന്ന പേരാണ് ശൈത്യ അയനാന്തം. ഡിസംബർ 22 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡിസംബർ 22 പേരാണെന്ത്? ശൈത്യ അയനാന്തം. സെപ്റ്റംബർ 23 തൊട്ട് അടുത്ത 3 മാസം സെപ്റ്റംബർ 23 തൊട്ട് ഡിസംബർ 22 വരെ ഉത്തരാർദ്ധ ഗോളത്തിൽ അപ്പോൾ എന്ത് കാലമാകും? ഹേമന്തകാലമാകും. ഉത്തരാർദ്ധ ഗോളത്തിൽ ഹേമന്തം. നമ്മൾ തണുപ്പിന് മുമ്പുള്ള 3 മാസം എന്താണ്? ഹേമന്തമാണ്. സെപ്റ്റംബർ 23 എന്ന് വെച്ചാൽ ഭൂമധ്യരേഖയിൽ മുകളിൽ പതിക്കുന്ന ദിവസം. ഇനി ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് സൂര്യപ്രകാശം കേന്ദ്രീകരിക്കാൻ പോകും അടുത്ത 6 മാസം. അപ്പോൾ ഉത്തരാർദ്ധ ഗോളക്കാരെ സംബന്ധിച്ച് 6 മാസം സൂര്യപ്രകാശം കേന്ദ്രീകരിക്കുന്നില്ല. അതിൽ ആദ്യത്തെ 3 മാസം ഹേമന്തം. പിന്നെ വേനൽക്കാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് ഹേമന്തം. കാരണം എന്നാ? ശൈത്യകാലത്തിന് തൊട്ട് മുമ്പാണ് എപ്പോഴും എന്തുള്ളത്? ഹേമന്തം ഉള്ളത്. ശൈത്യകാലത്തിന് തൊട്ട് മുമ്പാണ് ഹേമന്തം. ഉഷ്ണകാലത്തിന് തൊട്ട് മുമ്പ് എപ്പോഴും എന്തായിരിക്കും? വസന്തം. അതുകൊണ്ട് ഇങ്ങനത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നത് വേനൽക്കാലത്ത് നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റം അത് ഏത് കാലത്തിന് ശേഷമാണ്? ഹേമന്തകാലത്തിന് ശേഷമാണ്. ഹേമന്തകാലത്ത് ഈ പറഞ്ഞ മരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇല പൊഴിക്കുന്നു. വസന്തകാലത്തിൽ എന്തായിരുന്നു? ഇല തളിർക്കുന്നു നമ്മൾ എഴുതി വെച്ചായിരുന്നു അല്ലെ. ഇവിടെ നിന്ന് സംഭവിക്കുന്നു? ഇല പൊഴിക്കുന്ന സമയമാണ്. ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ മാർച്ച് 21 വീണ്ടും തിരിച്ച് ഭൂമധ്യരേഖയിലെത്തും. ഡിസംബർ 22 തൊട്ട് മാർച്ച് 21 വരെയുള്ള ഈ സമയം ഉത്തരാർദ്ധ ഗോളത്തിൽ എന്ത് കാലമായിരിക്കും? ശൈത്യകാലമായിരിക്കും. ഉത്തരാർദ്ധ ഗോളത്തിൽ എന്ത് കാലമായിരിക്കും? ശൈത്യകാലം. ഞാൻ പറഞ്ഞു ഹേമന്തം കഴിഞ്ഞ് വരുന്ന അടുത്ത 3 മാസമാണ്. മൊത്തം 6 മാസം സൂര്യപ്രകാശം കേന്ദ്രീകരിക്കാത്ത സമയമുണ്ട് അല്ലേ. അതിൽ ആദ്യത്തെ 3 മാസം എന്താണ്? ഹേമന്തമാണ്. അടുത്ത 3 മാസം എന്താണ്? ശൈത്യമാണ്. കൃത്യമായിട്ട് ഉത്തരാർദ്ധ ഗോളത്തിലെ സീസണുകൾ ഇനിയും മനസ്സിലാകാത്തവർ കണ്ടോണം.
മൊത്തം പറയാം. സൂര്യപ്രകാശം കേന്ദ്രീകരിക്കുന്നത് ഉത്തരാർദ്ധ ഗോളത്തിൽ സൂര്യപ്രകാശം കേന്ദ്രീകരിക്കുന്നത് ഈ 6 മാസമാണ്. എന്നിട്ട് ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെയുള്ള 6 മാസം. ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെയുള്ള 6 മാസം അല്ലേ? അപ്പോൾ 6 മാസം കേന്ദ്രീകരിക്കുന്നു. എവിടെ കേന്ദ്രീകരിക്കുന്നു? ഉത്തരാർദ്ധ ഗോളത്തിൽ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ 6 മാസത്തെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? 3 മാസമുള്ള 2 കാലങ്ങളാക്കി തരംതിരിക്കാം. അതിൽ രണ്ടാം പാദത്തിലാണ് സമ്മർ വരുന്നത്. അപ്പോൾ സമ്മറിന് മുമ്പ് അല്ലെങ്കിൽ വേനൽ വരുന്നത്. സമ്മറിന് മുമ്പ്. അപ്പോൾ വേനലിന് മുമ്പ് എന്താണ്? വസന്തമാണ്. ആദ്യത്തെ പാദം 3 മാസത്തെ പാദം എന്താണ്? നമ്മുടെ വസന്തമാണ്. വസന്തം കഴിഞ്ഞിട്ടാണ് വേനൽക്കാലം വരുന്നത്. പിന്നെ വരുന്ന അടുത്ത 6 മാസ സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒരു സമയം. ഈ സമയത്ത് ഉത്തരാർദ്ധ ഗോളക്കാരെ സംബന്ധിച്ച് അവർക്ക് സൂര്യപ്രകാശം കേന്ദ്രീകരിക്കാത്ത സമയമാണ്. സൂര്യപ്രകാശം കേന്ദ്രീകരിക്കാത്ത സമയത്തെ, അതായത് 6 മാസ സമയത്തെ എങ്ങനെ തരംതിരിക്കാം? 3 മാസമുള്ള 2 കാലങ്ങളാക്കി തരംതിരിക്കാം. അതിൽ ആദ്യത്തെ 3 മാസം തണുപ്പ് തുടങ്ങും. തണുപ്പ് രണ്ടാം പാദത്തിലാണ് വരുന്നത്. രണ്ടാം പാദത്തിൽ ശൈത്യമായി. അപ്പോൾ ഒന്നാം പാദത്തിൽ എന്താ? തണുപ്പിന് മുമ്പുള്ള ഹേമന്തം. തണുപ്പിന് മുമ്പ് എന്താണ്? ഹേമന്തം. അങ്ങനെ വേണം ഈ കാലങ്ങൾ ഓർത്ത് പഠിക്കാനായിട്ട്. ഇനിയും മനസ്സിലാകാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോണം. സൂര്യപ്രകാശം കേന്ദ്രീകരിക്കുന്നത് ഉത്തരാർദ്ധ ഗോളത്തിൽ 6 മാസമാണ്. ദക്ഷിണാർദ്ധ ഗോളത്തിലും 6 മാസം. ഉത്തരാർദ്ധ ഗോളത്തിൽ കേന്ദ്രീകരിക്കുന്ന 6 മാസത്തെ നമുക്ക് ഏത് ഡേറ്റ് എന്നാണ് പറയേണ്ടത്? മാർച്ച് 21 ഈ ഡേറ്റ് തൊട്ട്. അതുകൊണ്ട് ഇവിടം തൊട്ട് ഇങ്ങനെയല്ല 6 മാസം വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെയല്ല 6 മാസം വരുന്നത്. അപ്പം മാർച്ച് 21 തൊട്ട് സെപ്റ്റംബർ 23 വരെയാണ് ആ 6 മാസം. ഇതിനെ നമുക്ക് 3 മാസങ്ങളുള്ള 2 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ആദ്യത്തെ 3 മാസം വസന്തമാണ്. അതായത് അപ്പോൾ എങ്ങനെ പഠിക്കാം? മാർച്ച് 21 തൊട്ട് നിങ്ങൾ കയ്യിൽ കൂട്ടിയെടുത്തോ 3 മാസം. ഏപ്രിൽ, മെയ്, ജൂൺ ഇവിടം വരെ. അതിൻ്റെ ഇവിടം വരെ. ഇതാണ് വസന്തം, സ്പ്രിങ് എന്ന് ഞാൻ എഴുതുന്നു. അടുത്ത 3 മാസം എന്താണ്? വസന്തം കഴിഞ്ഞാൽ എപ്പോഴും വേനലാണ് വരുന്നത്. ഇതിൻ്റെ ഇവിടം തൊട്ട് ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെയുള്ള ഈ 3 മാസം എന്താണ്? വേനൽ, സമ്മർ. ക്ലിയർ അല്ലേ? ഇനി 6 മാസമാണ് സൂര്യപ്രകാശം കേന്ദ്രീകരിക്കാത്തത്. അത് ഏത് ദിവസം തൊട്ടാ? ഇവിടം തൊട്ട് ഈ വരുന്ന ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തുന്ന ഈ സമയം വരെയുള്ള 6 മാസമാണ് സൂര്യപ്രകാശം കേന്ദ്രീകരിക്കാത്തത്. സൂര്യപ്രകാശം കേന്ദ്രീകരിക്കാത്തത് എവിടെ? ഉത്തരാർദ്ധ ഗോളത്തിൽ കേന്ദ്രീകരിക്കാത്തത് ഞാൻ ഇങ്ങനത്തെ വരയിടുന്നു. കേന്ദ്രീകരിച്ചതിനെ 6 മാസത്തെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. കേന്ദ്രീകരിക്കാത്ത ഈ 6 മാസമാണ്. അപ്പോൾ അതിന് നമ്മൾ 3 മാസങ്ങളുള്ള 2 ഭാഗമായിട്ട് തരംതിരിക്കാം. ഇത് രണ്ടാം പാദത്തിലാണ് എന്താവുന്നത്? വിന്റർ, ശൈത്യകാലം ആവുന്നത്. അതിന് മുമ്പുള്ള ആദ്യത്തെ പാദം 3 മാസമുള്ള ആദ്യത്തെ പാദത്തിൽ എന്താണ്? ഹേമന്തമാണ്. എന്താണ്? ഹേമന്തമാണ്. അപ്പോൾ അതേതാണ് ദിവസങ്ങൾ? സെപ്റ്റംബർ 23 തൊട്ട് ഡിസംബർ 22 വരെ ഹേമന്തം. ഡിസംബർ 22 തൊട്ട് മാർച്ച് 21 വരെ ശൈത്യം. മനസ്സിലായോ? അപ്പോൾ 6 മാസം കേന്ദ്രീകരിക്കുന്നതിനെ 2 ആയിട്ട് തരംതിരിക്കണം. 6 മാസം കേന്ദ്രീകരിക്കാത്തതിനെ 2 ഭാഗമായിട്ട് തരംതിരിക്കണം. എന്നിട്ട് സീസൺസ് ഓർക്കണം. കേന്ദ്രീകരിക്കുന്ന 6 മാസത്തെ 2 ആയിട്ട് തരംതിരിക്കുന്നു. ആദ്യത്തെ 3 മാസം വസന്തം, അടുത്ത 3 മാസം വേനൽ. മനസ്സിലായോ? കേന്ദ്രീകരിക്കാത്ത സൂര്യപ്രകാശം കേന്ദ്രീകരിക്കാത്ത 6 മാസത്തെ വീണ്ടും ഇതേപോലെ 3 ആയിട്ട് തരംതിരിക്കുന്നു. ആദ്യത്തെ 3 മാസം ഹേമന്തം, അടുത്ത 3 മാസം എന്താണ്? ശൈത്യം. അങ്ങനെ വേണം ഇത് ഓർത്ത് പഠിക്കാനായിട്ട്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ട്രിക്ക് കിട്ടി, ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ടൊരു ടേബിൾ ആക്കി കൊടുത്തിരിക്കുകയാണ്. മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ സൂര്യൻ്റെ അയനം എങ്ങോട്ടാണ്? ഉത്തരാർദ്ധ ഗോളത്തിൽ ഏത് ഋതുവാണ്? ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഏത് ഋതുവാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. മാർച്ച് 21 തൊട്ട് ജൂൺ 20 നമ്മളിതെല്ലാം പറഞ്ഞ കാര്യമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ ടേബിൾ നിങ്ങൾ നോക്കുക. മാർച്ച് 21 എന്ന് പറയുന്നത് ഒരു വിഷുവുമാണ് അല്ലേ? ഒരു സമരാത്ര ദിനമാണ്. അവിടുന്ന് ജൂൺ 21 3 മാസമാണ്. അതായത് മാർച്ച് 21 തൊട്ട് അടുത്ത സെപ്റ്റംബർ 23 വരെ 6 മാസം സൂര്യപ്രകാശം ഉത്തരാർദ്ധ ഗോളത്തിൽ കേന്ദ്രീകരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ആദ്യത്തെ 3 മാസം വസന്തം, അടുത്ത 3 മാസം ഗ്രീഷ്മം. ഗ്രീഷ്മം എന്ന് വെച്ചാൽ വേനൽക്കാലം. ഇനി അടുത്ത 6 മാസം കേന്ദ്രീകരിക്കാത്തതാണ്. ഈ 2 തിണ്ട് ഇതാണ് 6 മാസം വരുന്നത്. ഇത് 6 മാസമായി. ഇനി അടുത്ത 6 മാസം കേന്ദ്രീകരിക്കാത്ത സമയമാണ്. അതായത് സെപ്റ്റംബർ 23 തൊട്ട് ഡിസംബർ 22 വരെയുള്ള സമയം. കേന്ദ്രീകരിക്കാത്ത സമയത്തെ രണ്ടാമത്തെ ഭാഗത്താണ് ശൈത്യം വരുന്നത്. ഇവിടെ രണ്ടാമത്തെ പാദത്തിലാണ് വേനൽ വന്നത് അല്ലേ? അതുപോലെ ഇവിടെ രണ്ടാമത്തെ പാദത്തിലാണ് ശൈത്യം വരുന്നത്. ശൈത്യത്തിന് മുമ്പ് എന്താണ്? ഹേമന്തം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇനി എല്ലാ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇവിടെ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ വരുന്നത്. അങ്ങനെ വേണം ദക്ഷിണാർദ്ധ ഗോളത്തിലെ സീസൺ ഓർക്കാനായിട്ട്. ഉത്തരാർദ്ധ ഗോളത്തിൽ എന്താണോ എഴുതുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനത്തെ സൂര്യസമീപ ദിനം അല്ലെങ്കിൽ സൂര്യസമീപകം എന്ന് വിളിക്കുന്നു. എന്താണ്? ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തെ. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഓർബിറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഭൂമി. കണ്ടോ? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഓർബിറ്റിൻ്റെ ആകൃതി ഉണ്ട്, ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ. അതുകൊണ്ടാണ് ചില സമയത്ത് അടുത്ത് വരുന്നത്, ചില സമയത്ത് അകന്നു പോകുന്നത് ഭൂമി. ആ ഓർബിറ്റ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് മനസ്സിലായി. ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഓർബിറ്റാണ്. അത് കൃത്യം സിങ്ക്ഡ് അല്ല. ഒരു ഇക്വിലിബ്രിയം ഇല്ല ഇതിന്, ഓർബിറ്റിന്. ചില സമയത്ത് ഇത് അടുത്ത് വരും സൂര്യന് ഭൂമി, ചില സമയത്ത് ഇത് അകന്നു പോകും. മനസ്സിലായോ? അത് വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. നോക്കിക്കേ, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന സമയത്തെ സൂര്യ സമീപ ദിനം
അല്ലെങ്കിൽ സൂര്യ സമീപകം പെരിഹീലിയൻ എന്ന് വിളിക്കുന്നു. 147 ദശലക്ഷം കിലോമീറ്റർ ആണ് ഈ പറഞ്ഞ അടുത്ത് വരുന്ന ദിവസം. അത്രയും കിലോമീറ്റർ വ്യത്യാസമുണ്ട്. 147 ദശലക്ഷം കിലോമീറ്റർ. ആ സൂര്യ സമീപ ദിനം നോർമലി വർഷത്തിൽ ഏത് ദിവസമാണ് വരുന്നത്? ജനുവരി 3 വരുന്നത്. പുസ്തകത്തിലൊക്കെ ജനുവരി 3 കൊടുത്തേക്കുന്നത്. ഇത് ഓരോ വർഷവും മാറും. ജനുവരി ചിലപ്പോൾ 4, 5 ഒക്കെ ആവും. 2023ലെയും 2024ലെയും ഈ സമീപ ദിനം നമ്മൾ പഠിക്കണം. നമുക്ക് പഠിക്കാം. ഇനി ഭൂമി സൂര്യനിൽ നിന്ന് അകലെ ആയിരിക്കുന്ന ദിവസത്തെയാണ് സൂര്യവിദൂര ദിനം എന്ന് വിളിക്കുന്നത്. സൂര്യോച്ചം എന്ന് വിളിക്കും. ഇംഗ്ലീഷ് നെയിമാണ് അപ്ഹീലിയൻ. 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. സാധാരണ നോർമലി ഈ ദിവസം വരുന്നത് ജൂലൈ 4 നോർമലി ദിവസം വരുന്നത് ഏത് ദിവസമാണ് വർഷത്തിൽ? ജൂലൈ 4 ഉണ്ടോ? ഇതിന്റെ റീസൺ ആണ്. ഇതാണ് അപ്ഹീലിയൻ. സാധാരണ ഇത് ജൂലൈ 4 വരുന്നത്. ഈ ഓർബിറ്റിൽ നമ്മൾ ഏറ്റവും അകലെയാവുന്നു, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയാവുന്ന സമയം. ഈ ഓർബിറ്റിൽ നമ്മൾ സൂര്യനോട് ഏറ്റവും അടുത്ത്, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് ഇതിൻ്റെ ഇത്. മനസ്സിലായോ? ഇതാണ് പെരിഹീലിയൻ, ജനുവരി മാസം അല്ലേ? ഇതാണ് അപ്ഹീലിയൻ, ജൂലൈ മാസം. ഡേറ്റ് മാറും, ഓരോ വർഷവും മാറും. എന്നാലും നോർമലി ഉള്ള വർഷം നിങ്ങൾ പഠിച്ചു വെക്കണം. പെരിഹീലിയൻ്റെയും നോക്കുകയും സൂര്യ സമീപ ദിനം പഠിച്ചു വെച്ചോണം. ജനുവരി 3. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന നോർമൽ ഇയേഴ്സിൽ ഈ സമീപ ദിനം ഏതാണ്? ജനുവരി 3. ട്രിക്സിനകത്തേക്കുള്ള ജനുവരി 3. അകലെയാകുന്നത് ജൂലൈ 4. ഇനി 2023 24 ഇത് മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം. മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ പഠിക്കണം. ഇത് കണ്ടോ, ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ ഇങ്ങനെ സൂര്യനെ ചുറ്റി ഭൂമി ഇങ്ങനെ വലം വെക്കുന്ന സമയത്ത് ഭൂമിയെ ചുറ്റി ചന്ദ്രനും ഇതേപോലെയുള്ള ഒരു ഓർബിറ്റിൽ വലം വെക്കുന്നുണ്ട്. സൂര്യന്റെ ചുറ്റി ഭൂമി വലം വെക്കുന്ന അതേപോലത്തെ ഉള്ള ഒരു ഓർബിറ്റ് തന്നെയാണ് ഇവിടെയും. കണ്ടോ, ഇവിടെ അടുത്ത് വരുന്ന സമയമുണ്ട്, ദേണ്ട് ചന്ദ്രനും ഭൂമിയും അകലെയാവുന്ന സമയങ്ങളുമുണ്ട്. മനസ്സിലായി? ഈ അടുത്ത് വരുന്ന സമയമാണ് പെരിജി എന്ന് പറയുന്നത്. ആരൊക്കെ? സൂര്യന് ഭൂമി അടുത്ത് വരുന്ന സമയം പെരിജി. അകലെയാവുന്ന സമയമാണ് ഏത്? അപ്പോജി. ഇത് വർഷത്തിൽ ഒരിക്കലാണോ? അല്ല, എല്ലാ മാസത്തിലും ഒരു പെരിജിയും ഒരു അപ്പോജിയും കാണും. കാരണം എന്നാ? 28 ദിവസം കൊണ്ടാണ്, ഏകദേശം 28 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിയെ വലം വെക്കുന്നത്. മനസ്സിലായോ? ഭൂമി വലം വെക്കുന്നത് ഒരു വർഷം കൊണ്ടാണ്. ആരെ? സൂര്യനെ വലം വെക്കുന്നത്. പക്ഷെ ചന്ദ്രൻ ഭൂമിയെ ഏകദേശം 28 ദിവസം കൊണ്ട് വലം വെക്കും. അതുകൊണ്ട് തന്നെ 28 ഏകദേശം ഒരു മാസം. അതുകൊണ്ട് തന്നെ എല്ലാ മാസത്തിലും ഒരു പെരിജിയും എല്ലാ മാസത്തിലും ഒരു അപ്പോജിയും വരാറുണ്ട്. ഒരു പെരിജിയും ഒരു അപ്പോജിയും വരാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡേറ്റ് കൃത്യമായിട്ടാണ് നമ്മൾ പഠിക്കാത്തത്. അത് മാറിക്കൊണ്ടിരിക്കും. 2023 സൂര്യ സമീപനം നോക്കിക്കേ, ജനുവരി 3 അല്ല, ജനുവരി 4 ഞാൻ പറഞ്ഞില്ലേ, ഓരോ വർഷവും ചെറിയ ഡിഫറൻസുകൾ വരുമെന്ന് പറഞ്ഞില്ലേ. 2023 സൂര്യ വിദൂര ദിനം ജൂലൈ 4 ജൂലൈ 6 2024 ഓൾറെഡി ഇത് കഴിഞ്ഞു പോയി. സൂര്യ സമീപ ദിനം ഏതായിരുന്നു? ജനുവരി 3. കൃത്യം ഡേറ്റ് തന്നെയാണ് നമ്മൾ സാധാരണ പഠിക്കുന്ന അതേ ദിവസം തന്നെ, ജനുവരി 3. ഇനി 2024 സൂര്യ വിദൂര ദിനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏത് ദിവസമാണ്? അത് വരാൻ പോകുന്നതേ ഉള്ളൂ. അത് ജൂലൈ 5 ജൂലൈ 4 അല്ല. നമ്മൾ നോർമലി പഠിക്കുന്ന ജൂലൈ 4 പക്ഷേ ഇവിടെ ജൂലൈ 5 പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്ഹീലിയൻ, പെരിഹീലിയൻ, അപ്പോജി, പെരിജി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഋതുക്കൾ എന്ന ടോപ്പിക്ക്. നമ്മൾ ഉത്തരാർദ്ധ ഗോളത്തിലെയും ദക്ഷിണാർദ്ധ ഗോളത്തിലെയും ഋതുക്കൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നു, ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാക്സിമം പണിയെടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങളോട് പറ്റാത്ത രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർത്തെടുത്ത് പഠിക്കാൻ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മനസ്സിലാക്കി പഠിക്കണമെന്ന് പറഞ്ഞത്. ഇത് കാണാപ്പാടം പഠിച്ചാൽ ഡേറ്റുകൾ മറന്നു പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇതൊന്ന് മനപ്പാടമാക്കി കഴിഞ്ഞാൽ ഇത് 2 ദിവസം കഴിയുമ്പോൾ ഇത് മറന്നു പോകും. ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കിത് ഓർത്തെടുക്കാനായിട്ട് പറ്റും. ഇനി മറന്നുപോയവർക്ക് ഒന്നുകൂടെ പെട്ടെന്ന് റിവൈസ് ചെയ്യാം. മാർച്ച് 21 തൊട്ട് സെപ്റ്റംബർ 23 വരെ, ഇതാണല്ലോ 6 മാസം. ഇത് രണ്ടുമാണല്ലോ നമ്മുടെ സമരാത്ര ദിനങ്ങൾ നേരെ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ പതിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടൊരു 6 മാസം ഇങ്ങനെ, മാർച്ച് 21 നിന്ന് സെപ്റ്റംബർ 23 വരെയുള്ള 6 മാസം, സെപ്റ്റംബർ 23 നിന്നും മാർച്ച് 21 വരെയുള്ള ഒരു 6 മാസം. ഇങ്ങനെയാണ് 12 മാസമാകുന്നത്, ഒരു വർഷം, ഒരു റെവല്യൂഷൻ, ഒരു പരിക്രമണം പൂർത്തിയാകുന്നത്. ഈ 6 മാസത്തിൽ മാർച്ച് 21 തൊട്ട് സെപ്റ്റംബർ 23 വരെയുള്ള ഈ ഒരു 6 മാസത്തിൽ സൂര്യപ്രകാശം കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അതിന് നമ്മൾ 3 മാസമുള്ള 2 പാദങ്ങളായിട്ട് തിരിക്കുന്നു അല്ലേ. ജൂൺ, ഇതിന് നടുക്ക് കൃത്യം ജൂൺ 21 കൊടുക്കുന്നു, ഇതിൻ്റെ നടുക്ക് ഡിസംബർ 22 കൊടുക്കുന്നു. അങ്ങനെ 3 മാസമായിട്ട് നമുക്കിതിനെ മുറിക്കാം. ഈ 3 മാസം ഉത്തരാർദ്ധ ഗോളത്തിൽ ഈ 6 മാസത്തെ 3 മാസമുള്ള 2 ഭാഗമായിട്ട് തരംതിരിച്ചല്ലോ. ഒന്നാമത്തെ ഈ 3 മാസം, 6 മാസത്തിലെ ആദ്യത്തെ 3 മാസം ഇത് വസന്തമായിരിക്കും ഉത്തരാർദ്ധ ഗോളത്തിൽ. അടുത്ത 3 മാസം, രണ്ടാമത്തെ ഈ വരുന്ന 2ാം പാദം, അടുത്ത 3 മാസത്തിൽ വേനലായിരിക്കും ഉത്തരാർദ്ധ ഗോളത്തിൽ. പിന്നെ വീണ്ടും അടുത്ത 6 മാസം സൂര്യപ്രകാശം കേന്ദ്രീകരിക്കാത്ത 6 മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇങ്ങോട്ട് ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ, അതിലെ 3 മാസത്തെ 1ാം പാദത്തെ നമുക്ക് ഹേമന്തമെന്നും 2ാം പാദത്തെ നമുക്ക് ശൈത്യമെന്നും വിളിക്കാം.
ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ദക്ഷിണാർത്ഥ കൂടുതൽ സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഇത് ഓർത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇത് ഓർത്ത് വെക്കാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്, മാർഗം. അപ്പോൾ ഇതിൽ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റിൽ ഇടുക. ഇനിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന പോലെ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ കമൻറ്റ് കൃത്യമായിട്ട് നോക്കുന്ന ആളാണ്, വരുന്ന ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തരാം. അത് അതിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് പിടികിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പറയുക, അത് ചെയ്തു തരാം. ഇനി മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.